ഗുഡ് ഈവനിങ് ഓൾ. നമ്മൾ ഇന്ന് ജൂനിയർ ഇൻസ്ട്രക്ടർ ICT-യുടെ സി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന കോഴ്സിലേക്ക് കടക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ നിങ്ങളുടെ ആ ഒരു സിലബസ്, കഴിഞ്ഞ സിലബസ് വെച്ചിട്ടാണ് ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആ സിലബസ് ഒന്ന് നോക്കാം, എന്നിട്ട് അതിൽ നിന്ന് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത് എന്നുള്ള കാര്യം നോക്കിയിട്ട് നമുക്ക് കണ്ടന്റിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സിലബസ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. സി പ്രോഗ്രാമിങ്ങിന്റെ ഒരു എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഈ പറയുന്ന ഒരു 80% ടോപ്പിക്സ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പക്ഷേ ഇത് IT ലെവൽ എക്സാം ആയതുകൊണ്ട് ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്താൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷേ ഇതിനകത്ത് രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നോർമലി ചോദിക്കുന്നതിനൊക്കെ തന്നെ പ്രോഗ്രാം തന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പ്രോഗ്രാം തന്നിട്ട് ഔട്ട്പുട്ട് ചോദിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഒരു കോഡ് തരും, അതിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് ചോദിക്കും. അതാണ് ഫസ്റ്റ് കാറ്റഗറി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. തിയറി ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ പറയുന്നത് എന്താണ്, കുറച്ച് വേർഡ്സ് തന്നിട്ട് ഇതിനകത്ത് കീവേഡ് ഏതാണ്, ഐഡന്റിഫയർ ഏതാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അതാണ് നമ്മൾ ഈ തിയറി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ഒന്ന് പ്രോഗ്രാം എന്നിട്ട് ഔട്ട്പുട്ട്, രണ്ടാമത്തെ എന്താണ് തിയറി ക്വസ്റ്റ്യൻ. ഇനി നമ്മൾക്ക് കഴിഞ്ഞ സിലബസ് പ്രകാരമാണ് പറയുന്നത്. ഓക്കെ, നേരത്തെ നടന്ന എക്സാം വെച്ചിട്ടുള്ള സിലബസ് പ്രകാരം 12 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്നത്. 12 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ക്വസ്റ്റ്യൻസ് പ്രോഗ്രാം ഔട്ട്പുട്ട് ആയിരിക്കും. ഓക്കെ, 4 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പ്രോഗ്രാം ഔട്ട്പുട്ടിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും 4 ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ 4 പ്രോഗ്രാം ക്വസ്റ്റ്യൻസ് ഔട്ട്പുട്ട് ചോദിക്കും. അതേപോലെ തന്നെ അടുത്തത് 8 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് തിയറി ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഇങ്ങനെയാണ് അതിന്റെ കോൺഫിഗറേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഒരാൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്, വരുന്ന എക്സ്പെക്റ്റഡ് സിലബസിൽ സി പ്രോഗ്രാമിംഗ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടോ എന്ന്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 90% ചാൻസ് ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഈ പറയുന്നതൊക്കെ തന്നെ നടന്ന എക്സാമിന്റെ ആ സെയിം സിലബസ് ആയിരിക്കും ഇതിനകത്ത് ചോദിക്കാനും. ഒരുപാട് മുന്നേ നടന്ന എക്സാം അല്ല, ഏകദേശം 2019 ആ ഒരു കാലയളവിൽ നടന്ന എക്സാമാണ്. അപ്പം അതിന്റെ ഒരു 90% സിലബസ് തന്നെയായിരിക്കും ഇതിനകത്തും ചോദിക്കുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക് അതേപോലെ ഡാറ്റാബേസ് അതെല്ലാം ആ ഒരു സിലബസിനകത്ത് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ഞാൻ പറഞ്ഞ ഒരു 90% പോസിബിലിറ്റി അതിനുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഇതിനകത്ത് നമുക്ക് ഒത്തിരി അങ്ങ് ഡെപ്തിൽ കണ്ടന്റ് പോകേണ്ട ആവശ്യമില്ല, പെരിഫറൽ ഏരിയയിൽ പോയാൽ മതി. അപ്പം നമുക്ക് പഠിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 12 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. കാര്യം ഈ ഒരു സബ്ജക്റ്റിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പം എന്താണ്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് ടോപ്പ് മൊഡ്യൂളായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ടറിന്റെ ബേസിക് കോൺസെപ്റ്റുകളാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഈ പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ലാത്ത പഴയ OSകൾ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിൽ നമ്മൾ കുറെ കാര്യങ്ങൾ എന്താണ് കാണാതെ പഠിച്ച് വെക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ പറയുന്ന സി പ്രോഗ്രാമിംഗ് അതിനകത്ത് ഇൻക്ലൂഡ് ആകുവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന വെറുതെ വേർഡുകൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല. മിക്കതും നമുക്ക് അറിയാവുന്ന കാര്യം പ്രോഗ്രാം ലെവലും കൂടെ കുറച്ച് പോവുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇതിനകത്ത് നിന്ന് 12 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അത് ഇങ്ങനൊരു ടോപ്പിക്ക് വരുന്നത് എപ്പോഴും നല്ലതാണ്. കാര്യം എന്താണ്, നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പം സിലബസ് ഇതാണ് തന്നിരുന്നത് ആ ഒരു തവണ, തൊട്ട് മുന്നേ തന്നത് സിലബസ്. അപ്പോൾ ഈ സിലബസ് തന്നെയായിരിക്കും ഫോളോ ചെയ്യാനുള്ള 90% ചാൻസ് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് കഴിഞ്ഞ തവണ 12 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനാണ് 4 പ്രോഗ്രാം ഔട്ട്പുട്ട് ക്വസ്റ്റ്യനും 8 തിയററ്റിക്കൽ ക്വസ്റ്റ്യനാണ് നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി സിലബസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കണ്ടന്റ്സ് എന്താ പറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും ബേസിക് ലെവൽ കണ്ടന്റ്സ് മാത്രമാണ് അവർ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ടോപ്പിക്ക് പറഞ്ഞിരിക്കുന്നത് ക്യാരക്ടർ സെറ്റിനെ കുറിച്ചാണ്. ഓക്കെ, പിന്നീട് ടോക്കൺസിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, ടോക്കൺസിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന കോൺസ്റ്റന്റുകളും വേരിയബിൾസും കീവേഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. ഇനി ഡിക്ലറേഷനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് നമുക്ക് വരുന്ന ഓപ്പറേറ്റേഴ്സ് ആണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കുറച്ച് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അതിൻ്റെയൊക്കെ വർക്കിംഗ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ദെൻ ഹൈറാർക്കി ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് വരുവാണെങ്കിൽ ആദ്യം ആരാണ് നിങ്ങൾ സോൾവ് ചെയ്യേണ്ടത്, അതാണ് ഈ പറയുന്ന ഹൈറാർക്കി എന്ന് ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസിഡൻസ്, അസോസിയേറ്റ് അങ്ങനെയുള്ള ടൈംസ് ആണ്. ഓക്കെ, ഇപ്പം അതൊക്കെ ജസ്റ്റ് ഓർത്തിരുന്നാൽ മാത്രം മതി. നമ്മൾ പോകുമ്പം ആ ഒരു കറക്റ്റ് ഫ്ലോയിൽ തന്നെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള സബ്ജക്ട് സി പ്രോഗ്രാമിംഗ് ആയിരിക്കും. ഇനി അടുത്ത കണക്ക് തന്നെ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് വരുന്നുണ്ട്, ഡിസിഷൻ മേക്കിംഗ് ഇൻസ്ട്രക്ഷൻസ് വരുന്നുണ്ട്. ദെൻ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് ലൂപ്പ്, ഫംഗ്ഷൻ. ഓക്കെ, അതുകണക്ക് തന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് പിന്നീട് പറഞ്ഞിരിക്കുന്നത് 1 ഡയമെൻഷണൽ 2 ഡയമെൻഷണൽ അറേ, ദെൻ ബേസിക് ലെവൽ സ്ട്രക്ചർ. ഇത്രയാണ് നമുക്ക് ഈ ഒരു സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സിലബസ് കുറച്ച് എന്താണ് ഓർഡർ ഇല്ലായ്മ ഇതിനകത്ത് ഉണ്ട്. നമുക്ക് പഠിപ്പിക്കുന്നത് കൊണ്ട് അറിയാം ഇതിനകത്ത് കുറച്ച് ഓർഡർ ഇല്ലായ്മയുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഓർഡറിൽ പോവുകയാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഈ പറയുന്ന സിയിൽ നിന്നുള്ള മാർക്കുകൾ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ബേസിക് ലെവൽ മുതലേ പഠിക്കുക.
പിന്നെ എപ്പോഴും ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എക്സാം എന്ന് പറഞ്ഞാൽ ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ എക്സാം ആണ്. അപ്പം നമ്മളുടെ കൂടെ ആരൊക്കെയാണ് ഈ ഒരു എക്സാമിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ള കാര്യം ഓർക്കണം. അപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ITI ഓക്കെ പാസ്സായ ആൾക്കാർ കാണും. ഓക്കെ, അവർക്ക് 2 വർഷം എക്സ്പീരിയൻസ് വേണമെന്ന് തോന്നുന്നു. പിന്നീട് ഡിപ്ലോമ വേണ്ട ആൾക്കാരുണ്ട്. ഓക്കെ, അത് കണക്ക് തന്നെ ബിടെക്കുകാർ കാണും. ഈ 3 കാറ്റഗറി ആൾക്കാരാണ് എക്സാം എഴുതുന്നത്. ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ ITI ആയതുകൊണ്ട് തന്നെ ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും ചോദിക്കുന്നത്. കട്ട് ഓഫ് കൂടുതലായിരിക്കും. പക്ഷേ നമുക്ക് ഈ പറയുന്ന എന്താണ് സ്ഥിരമായിട്ട് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന എക്സാമാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാണ് ബേസിക്കലി നമുക്ക് സിലബസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട മാർക്ക് 12 മാർക്സ് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഈ ഒരു ഏരിയ നമ്മൾ കിട്ടണം. ഓക്കെ, 12 മാർക്ക് ഈ ഒരു ഏരിയ നമുക്ക് കവർ ചെയ്തെടുത്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറയുന്ന എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പം 12 മാർക്ക് നിങ്ങളെ കൊണ്ട് എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് തുടങ്ങാം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം സിയുടെ ഒരു ഇൻട്രഡക്ഷൻ പാർട്ട് നിങ്ങൾ അറിയിക്കണം. ആരാണ് ഇത് ഡെവലപ്പ് ചെയ്തത്? കാര്യം ജൂനിയർ ഇൻസ്ട്രക്ടർ ലെവൽ എക്സാം ആകുമ്പോഴത്തേക്ക് മിക്കപ്പോഴും അവർ ഈ പറയുന്നതൊക്കെ എന്താണ് ഈ പറയുന്ന എന്താണ് പറയുന്നത് എക്സ്പാൻഷനുകൾ, അതേ കണക്ക് തന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇൻവെന്റ് ചെയ്തിരിക്കുന്ന ആരാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് വരാറുണ്ട്. ഇപ്പൊ WWW അല്ലെങ്കിൽ URL, അതേ കണക്ക് തന്നെ സി കണ്ടുപിടിച്ച ആളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം എല്ലാ കേസിൽ എല്ലാ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പഠിക്കുമ്പോൾ ഈ ഇൻവെന്റേഴ്സിന്റെ പേരുകൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഒരാളെ കുറിച്ച് മാത്രമേ പഠിക്കാനുള്ളൂ, അതിനപ്പുറത്തേക്കുള്ള ആൾക്കാരെ കുറിച്ചൊന്നും അറിയേണ്ട കാര്യമില്ല. ആരാണ് സി ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്? ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ഇതാണ്. സി ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഡെന്നിസ് റിച്ചി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഓക്കെ, 1972 ഈ ഒരു എന്ത് ചെയ്തിരിക്കുന്നത് സി ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം സി ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആരാണ്? ഡെന്നിസ് റിച്ചി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. 1972 ഈ ഒരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ബെൽ ലാബ്സിലാണ് ഇത് എന്ത് ചെയ്തിരിക്കുന്നത്, ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അത്ര ഇമ്പോർട്ടൻ്റ് ഈ ഒരു പേരും അതിനൊക്കെ ഈ ഒരു ഇയർ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഡെന്നിസ് റിച്ചി ഇമ്പോർട്ടൻ്റ് ആണ്. ഇയർ ചോദിക്കാതിരിക്കാം, പക്ഷെ ഡെന്നിസ് റിച്ചി ചോദിക്കാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ്. ഓക്കെ, ഇനി ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജനറൽ പർപ്പസ് ലാംഗ്വേജ് ആണ്. അപ്പൊ അതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ പറയുന്ന എന്താ നമുക്കൊരു മീഡിയ പ്ലെയർ ക്രിയേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ എന്താണ് ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ അങ്ങനെയുള്ള പ്ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യുക, കാൽക്കുലേറ്ററുകൾ ഡെവലപ്പ് ചെയ്യുക, അല്ലാത്ത സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്യുക. ഇപ്പം നമ്മൾ ഒരു പ്രിന്റർ വാങ്ങുമ്പോൾ ഒരു ഡ്രൈവ് ഒരു തരത്തില്ല, അല്ലെങ്കിൽ ഒരു CD കൂടെ അവർ തരാറുണ്ട് അല്ലേ? അപ്പോൾ CDക്ക് അത്ര സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക. അതേക്ക് തന്നെ നമ്മൾ എന്താണ് OSകൾ കുറേയൊക്കെ ഡെവലപ്പ് ചെയ്യുക. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നത്, ഇതൊരു ജനറൽ പർപ്പസ് ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ഇതിനകത്ത് അപ്ലൈ ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ നമ്മൾ പറയും പ്രൊസീജിയറൽ ഓറിയന്റഡ് എന്ന് പറയും. ഓർത്ത് വെച്ചേക്കണേ ആ വേർഡ്. സി എന്ത് ടൈപ്പ് ലാംഗ്വേജ് ആണെന്ന് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അത് എന്ത് ടൈപ്പാണ്? പ്രൊസീജിയറൽ ഓറിയന്റഡ് ആണ്. അപ്പം 2 ടൈപ്പിലാണ് നമുക്ക് ലാംഗ്വേജ് വരുന്നത്. ഒന്ന് പ്രൊസീജിയറൽ ഓറിയന്റഡ് വരും, അതേ തന്നെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് വരും. ഓക്കെ, ഒബ്ജക്ട് ഓറിയന്റഡ് എന്ന് പറഞ്ഞേക്കുന്ന ഒരു ലാംഗ്വേജ് കൂടെ ഉണ്ട്. അപ്പം ഇവിടെ സിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതെന്താണ്, ഇതൊരു പ്രൊസീജിയറൽ ഓറിയന്റഡ് ലാംഗ്വേജ് ആണ്. ആ വേർഡ് ഓർത്ത് വെച്ചേക്കുക, പ്രൊസീജിയറൽ എന്ന് പറയുന്ന ഒരു വേർഡ് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഡെന്നിസ് റിച്ചി നമ്മൾ പറഞ്ഞു 1972 ഈ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തതെന്ന് പറഞ്ഞു. ഇത് ഏത് കാറ്റഗറി ലാംഗ്വേജ് ആണ്? ഇതൊരു പ്രൊസീജിയറൽ ഓറിയന്റഡ് ലാംഗ്വേജ് അല്ലെങ്കിൽ പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയും. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു എന്താണ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ടുള്ള യുണിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെന്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കൊണ്ടുവന്ന ലാംഗ്വേജ് ആണ് എന്താന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ പറയുന്ന സി എന്ന് പറഞ്ഞത്. അപ്പം യുണിക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം സി എന്ന് പറയുന്ന ലാംഗ്വേജ് വെച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് സാധാരണ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, നമുക്കും സിസ്റ്റം അല്ലെങ്കിൽ ഹാർഡ്വെയറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഹാർഡ്വെയറുമായിട്ട് ഏറ്റവും അടുത്ത് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും എന്താണ് എന്താ പറയുക വെൽ എസ്റ്റാബ്ലിഷ്ഡ് അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഡെപ്ത് അല്ലെങ്കിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ പറയുന്ന സി ലാംഗ്വേജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും സി ലാംഗ്വേജ് തന്നെയാണ് ഹാർഡ്വെയറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ മിക്കതും എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് ഏത് ലാംഗ്വേജിലാണ്? ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ ഏത് ലാംഗ്വേജിലാണ്? സി എന്ന് പറയുന്ന ലാംഗ്വേജിലാണ്. ഓക്കെ, 1972 ഡെന്നിസ് റിച്ചി ആണ് ഈ ഒരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി 1972 ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ലാംഗ്വേജ് പിന്നീട് ഒന്ന് ഫോർമലൈസ് ചെയ്തു. ഓക്കെ, ഒന്ന് ഒരു ജനറൽ സ്ട്രക്ചർ ഒക്കെ ആക്കി എന്താണ് ഒന്ന് ഫോർമലൈസ് ചെയ്തു നമ്മൾ പറയും. അത് 1988 അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന തന്നെ ആൻസി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഓക്കെ, ആൻസിയുടെ ഫുൾ ഫോം ഇതാണ്, അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പം ഇപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ഒക്കെ വാങ്ങുന്ന സമയത്ത് സിയുടെ ടെക്സ്റ്റ് വാങ്ങുമ്പോൾ ആൻസി ഇൻ സി എന്നോ അല്ലെങ്കിൽ ആൻസി സി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ടെക്സ്റ്റിന്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അതിന്റെ റീസൺ ഇതാണ്, 1972 ലാംഗ്വേജ് കണ്ടുപിടിച്ചെങ്കിൽ അതിനൊന്ന് ഫോർമലൈസ് ചെയ്ത് കൊണ്ടുവന്നത് എന്താണ്, അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ആ ഒരു ഫോർമലൈസേഷൻ തന്നെ ഇപ്പോഴും
ടെക്സ്റ്റിനകത്ത് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് ടെക്സ്റ്റിന്റെ മേളിൽ എങ്ങനെ എഴുതുന്നത് ആൻസി സി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് ഇതൊക്കെയാണ്. ഒന്ന്, ആരാണ് ഈ ഒരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്? ഡെന്നിസ് റിച്ചിയാണ്. ഇയർ ഓർത്ത് വെച്ചേക്കുക. ഇനി സി യൂസ് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? യുണിക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. പിന്നീട് ഇതിനെ ഫോർമലൈസ് ചെയ്തത് ആരാണ്? എന്താണ്? അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, ആൻസി എന്നാണ്. അപ്പം ആൻസിയുടെ ഫുൾ ഫോം നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെച്ച കാര്യം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത മറ്റൊരു വേർഡ് വരാറുണ്ട്, ആസ്കി എന്ന് പറഞ്ഞൊരു വേർഡ് വരാറുണ്ട്. ഓക്കെ, അപ്പൊ ആസ്കി പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ആൻസിയും ചോദിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ആസ്കി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നോക്കാം അതിന്റെ ഫുൾ ഫോം എന്താണെന്നുള്ള കാര്യം. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാനാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഈ പറയുന്ന ആസ്കി എന്നുള്ള കാര്യം കൂടെ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം. അത് നമുക്ക് വരുന്ന സമയത്ത് നോക്കാം. ഓക്കെ, സ്റ്റാൻഡേർഡ്, ഓക്കെ, കോഡ് ഫോർ ഇൻഫർമേഷൻ, ഇത് ചോദിച്ചിട്ടുള്ളതാണ് ഇന്റർചേഞ്ച്. ഇതാണ് ആസ്കി എന്ന് പറയുന്നത്. ഓക്കെ, അത് അതിന്റെ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കത് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റിലായിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ ഏത് ലാംഗ്വേജും പഠിക്കുന്ന സമയത്ത്, ഇപ്പൊ നമ്മൾ സി എന്ന് പറയുന്ന ലാംഗ്വേജിനെ കുറിച്ച് അറിയാൻ പോവുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഏത് ലാംഗ്വേജും പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന അതിന്റെ ബേസിക് ലെവൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ ഈ പറയുന്ന സി ലാംഗ്വേജ് നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ, അതുമായിട്ട് കമ്പയർ ചെയ്താണ് പോകാം. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിച്ച എങ്ങനെയാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇംഗ്ലീഷിൽ നമ്മൾ ആദ്യം എന്ത് പഠിച്ചിട്ടുണ്ട്? ആൽഫബറ്റ്സ് പഠിക്കും അല്ലേ? ഇനി ആൽഫബറ്റ്സിൽ നമ്മൾ എന്ത് പഠിക്കും? നമ്മൾ വേർഡ്സ് ഉണ്ടാക്കാൻ പഠിക്കും. സെന്റൻസ് അല്ല, സോറി, വേർഡ്സ് ആയിരിക്കും നമ്മൾ അടുത്ത പഠിക്കുന്നത്. ഈ ആൽഫബറ്റ്സ് വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന വേർഡ്സ്. ഇനി വേർഡ്സിൽ നിന്ന് നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? സെന്റൻസുകൾ ഉണ്ടാക്കാൻ പഠിക്കും അല്ലെ? ക്രിയേറ്റ് ചെയ്യാനായിട്ട് പഠിക്കും. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പഠിക്കുന്നു. ഓക്കെ, അപ്പം സ്കൂളിൽ ഇങ്ങനെയാണ് പഠിച്ചു പോയിട്ടുള്ളത്. നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുള്ളത് ആൽഫബറ്റ്സിൽ നിന്ന് വേർഡ്സിൽ നിന്ന് സെന്റൻസുകൾ ക്രിയേറ്റ് ആവും. സെന്റൻസിൽ നിന്ന് എന്താണ്? നമ്മൾ പാരഗ്രാഫ് എന്ന് പറഞ്ഞ പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പഠിക്കും അല്ലെ? അപ്പം അതേ രീതിയിൽ നമ്മൾ എന്താണ് സി ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ഇതിനകത്ത് കോൺസെപ്റ്റുകൾ പലതും നമ്മൾ മറക്കില്ല, അല്ലെങ്കിൽ വേർഡ്സുകൾ നമ്മൾ പലതൊന്നും മറക്കില്ല. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ സി ആയിട്ട് കമ്പയർ ചെയ്താണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിങ്ങൾ ആദ്യം പഠിക്കുന്നത് എന്താണ്? ആൽഫബറ്റ്സ് ആണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആൽഫബറ്റ്സ് എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് എ മുതൽ ഇസഡ് വരെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയല്ല. ആൽഫബറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഓക്കെ, ഇപ്പൊ ഏത് ലാംഗ്വേജിന്റെ ആണെങ്കിലും ആൽഫബറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ കോൺസെപ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, ആ ലാംഗ്വേജിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് പറയും യൂസബിൾ സിമ്പിൾസിനെയാണ് എന്തെന്ന് പറയുന്നത്? ആൽഫബറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലാംഗ്വേജിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾസിന്റെ കളക്ഷൻ, അതിനാണ് എന്താന്ന് പറയുന്നത്? ആൽഫബറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ ആൽഫബറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇംഗ്ലീഷ് റൈറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്തെങ്കിലും എഴുതുമ്പോൾ എ മുതൽ ക്യാപിറ്റൽ എ മുതൽ ഇസഡ് വരെ യൂസ് ചെയ്യാറുണ്ട്, സ്മോൾ ലെറ്റർ എ മുതൽ ഇസഡ് വരെ യൂസ് ചെയ്യാറുണ്ട് അല്ലെ? പിന്നെ ഫുൾ സ്റ്റോപ്പ്, സെമി കോളൻ, കോമ, ഇങ്ങനെയുള്ള എല്ലാം യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അവരെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആൽഫബറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ആൽഫബറ്റ്സ് എന്ന് കേൾക്കുമ്പോൾ ഇതാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, ഒരു ലാംഗ്വേജിന്റെ ആൽഫബറ്റ് എന്താണെന്ന് വെച്ചാൽ ആ ലാംഗ്വേജിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾസിന്റെ കളക്ഷൻ എന്തെന്ന് പറയാം? ആൽഫബറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് നമുക്ക് സിയുടെ ആൽഫബറ്റ്സ്. ഓക്കെ, അപ്പൊ നോക്കി, സി എന്ന് പറയുന്ന ലാംഗ്വേജ് നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അല്ലേ? അപ്പൊ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ, ഓക്കെ, നമ്മൾ കീബോർഡ് യൂസ് ചെയ്തിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത് അല്ലെ? കീബോർഡിനകത്ത് എന്തൊക്കെയാണ് നമുക്കുള്ളത്? കീബോർഡിനകത്ത് ഉള്ളത് നമുക്ക് എന്താണ്? കുറച്ച് ലെറ്റേഴ്സ് വരുന്നുണ്ട് അല്ലെ? ഏതൊക്കെ ലെറ്റർ വരുന്നത്? നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെ യൂസ് ചെയ്യാറുണ്ട്? സ്മോൾ ലെറ്റർ എ ടു സെഡും ക്യാപിറ്റൽ ലെറ്റർ എ ടു സെഡും നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് കുറെ ലെറ്റേഴ്സ് ഉണ്ട്. അതാണ് നമ്മുടെ ഫസ്റ്റ് കാറ്റഗറി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ എന്താണ്? നമുക്ക് ഈ പറയുന്ന നമ്മുടെ കീബോർഡിനകത്ത് കുറച്ച് എന്ത് വരുന്നുണ്ട്? ഡിജിറ്റ്സുകൾ വരുന്നുണ്ട് അല്ലെ? എവിടെ മുതൽ എവിടെ വരെയാണ്? 0 to 9 വരെ. ഇനി ഇത് കൂടാതെ നമ്മുടെ കീബോർഡിൽ നിങ്ങൾ കാണുന്ന എന്താണ്? കുറച്ച് സിമ്പിൾസുകളുണ്ട്, പ്ലസ്, മൈനസ്, അറ്റ് ദ റേറ്റ് അല്ലെ? ഇപ്പൊ മെയിൽ ഐ ഡി ഒക്കെ എഴുതുമ്പോൾ നമ്മൾ @gmail.com എന്നാണ് എഴുതുന്നത് അല്ലെ? അപ്പൊ അതിനകത്ത് അറ്റ് ദ റേറ്റ് വരുന്നുണ്ട്, ഡോട്ട് വരുന്നുണ്ട് അല്ലെ? അത് കൂടാതെ നമ്മുടെ കീബോർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് പ്ലസ്, മൈനസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അവരെല്ലാം കൂടെ നമ്മൾ ചേർത്തിട്ട് പറയുന്ന പേരാണ് സ്പെഷ്യൽ സിമ്പിൾസ് എന്ന് പറയും. സ്പെഷ്യൽ സിമ്പിൾസ് എന്നായിരിക്കും നമ്മൾ അതിനെ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് വരുന്നതാണ് പ്ലസ്, മൈനസ്, ഹാഷ്, അറ്റ് ദ റേറ്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. ഓക്കെ, ഇത് കൂടാതെ അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ സ്പേസുകൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ? ഇപ്പം എന്താണ്, ഇപ്പൊ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു വേർഡ് ടൈപ്പ് ചെയ്ത് ഹായ് ഹലോ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഹായ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്പേസ് കൊടുക്കും. അതിന് നമ്മൾ പറയുന്നവരാണ് ബ്ലാങ്ക് സ്പേസ് എന്ന് പറയും. ഇനി എന്തെങ്കിലും തെറ്റിപ്പോയി നമ്മൾ എന്ത് ചെയ്യും? ബാക്ക് സ്പേസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി ഒരു ലൈൻ കഴിഞ്ഞ് എന്ത് ചെയ്യും? അടുത്ത ലൈനിലേക്ക് പോകും, നമ്മൾ എൻട്രി യൂസ് ചെയ്യാറുണ്ട്, ടാബ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അവരെല്ലാം നമ്മൾ കാറ്റഗറി ചേർത്ത് പറയുന്ന പേരാണ് വൈറ്റ് സ്പേസസ് എന്ന് പറയും. വൈറ്റ് സ്പേസസ്. അപ്പൊ അതിൽ വൈറ്റ് സ്പേസിൽ വരുന്ന ആരൊക്കെ ആയിരിക്കും? നമുക്ക് വരുന്നത് ബാക്ക് സ്പേസ് വരും അല്ലെ? സ്പേസുകളല്ല,
അതിനൊക്കെ എന്താണ് ബ്ലാങ്ക് സ്പേസ് വരും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ കീബോർഡ് വഴി എന്ത് ചെയ്യുന്നത്, സി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സി ലാംഗ്വേജ് നമ്മൾ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ സിസ്റ്റത്തിന് വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ്. അപ്പം ആ ലാംഗ്വേജ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, വഴിയാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ കീബോർഡിലുള്ള കണ്ടന്റ്സ് ആയിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സിമ്പിൾസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, കീബോർഡിൽ 4 കാറ്റഗറി സിമ്പിൾസ് ആണ് നമ്മൾ വരുന്നത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെറ്റേഴ്സ് വരുന്നുണ്ട്, ഡിജിറ്റ്സ് വരുന്നുണ്ട്, സ്പെഷ്യൽ സിമ്പിൾസ് വരുന്നുണ്ട്, അതിനൊക്കെ നേരത്തെ എന്താണ് വൈറ്റ് സ്പേസസ് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സിമ്പിൾ എന്നുള്ളതിനെ നിങ്ങൾ എന്ത് പേരിട്ട് വിളിക്കണം, ക്യാരക്ടർ എന്ന് വിളിക്കണം. ഓക്കെ, അപ്പൊ സി ലാംഗ്വേജിലെ എല്ലാ സിമ്പിൾസിനെയും ഏത് സിമ്പിൾ എടുത്തു കഴിഞ്ഞാലും അത് സ്പേസ് ആകാം, എന്താണ് വേണമെങ്കിലും ആകാം, അതിനെ നിങ്ങൾ പറയേണ്ട പേര് എന്താണ്, ഒരു ക്യാരക്ടർ എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ നോക്കിയേ, ഇത് എല്ലാം കൂടെ ചേരുമ്പോൾ നമുക്കൊരു ഗ്രൂപ്പ് അല്ലേ, ഇത് മൊത്തത്തിൽ ഒരു ഗ്രൂപ്പ് ആയിട്ടല്ലേ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ആണല്ലോ. ഗ്രൂപ്പിനെ മാത്സിൽ നമ്മൾ പറയുന്ന പേര് എന്താണ്, സെറ്റ് എന്ന് പറയാം അല്ലെ. അപ്പൊ ഇതിന് മൊത്തത്തിൽ നമ്മൾ പറയുന്ന പേര് എന്താണ്, സെറ്റ് എന്ന് പറയും. അപ്പം എന്താണ് ഇതിനെ മൊത്തത്തിൽ പറയുന്നത്, ക്യാരക്ടർ സെറ്റ്. അപ്പൊ ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, സി ലാംഗ്വേജിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയാം അലൗഡ് ആയിട്ടുള്ള, ഓക്കെ, സിമ്പിൾസിന്റെ കളക്ഷനാണ് നമ്മൾ എന്തെന്ന് പറയാ, ക്യാരക്ടർ സെറ്റ് എന്ന് പറയാം. അപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ആൽഫബറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ സിയിൽ യൂസ് ചെയ്യുന്ന വേർഡാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, ക്യാരക്ടർ സെറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ക്യാരക്ടർ സെറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത്ര മാത്രമേ ഉള്ളേ, നമ്മുടെ സി ലാംഗ്വേജിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾസിന്റെ കളക്ഷനാണ് എന്തെന്ന് പറയുക, ക്യാരക്ടർ സെറ്റ് എന്ന് പറയും. ആ ക്യാരക്ടർ സെറ്റിനെ നമ്മൾ 4 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ലെറ്റേഴ്സ്, അതിൽ സ്മോൾ ലെറ്റർ എ മുതൽ സെറ്റ് വരെയും, ക്യാപിറ്റൽ ലെറ്റർ എ ടു സെഡ് നമുക്ക് അലൗഡ് ആണ്. അതിനൊക്കെ തന്നെ ഡിജിറ്റ്സ് വരുന്നുണ്ട്, അതിൽ 0 to 9. ദെൻ സ്പെഷ്യൽ സിമ്പിൾസ് വരുന്നുണ്ട്, അതിനകത്ത് ഒരുപാട് സിമ്പിൾസ് നമുക്ക് അലൗഡ് ഉണ്ട്. അതിനൊക്കെ അടുത്ത എന്താണ്, വൈറ്റ് സ്പേസ് ആയിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണോ, എന്താണ് ക്യാരക്ടർ സെറ്റ് എന്നുള്ളത്, ക്ലിയർ ആണോ? ഇന്ന് ചാറ്റ് ബോക്സിൽ റിപ്ലൈ ഇടണേ നിങ്ങൾ. ചാറ്റ് ബോക്സിലേക്ക് ഒന്ന് റിപ്ലൈ ഇടണേ. ഓക്കെ, അപ്പൊ നമ്മൾ ക്യാരക്ടർ സെറ്റ് എന്താന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ സിലബസിനകത്ത് ഫസ്റ്റ് ടോപ്പിക് ഇതായിരുന്നു, ക്യാരക്ടർ സെറ്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇനി ഈ സി ലാംഗ്വേജിലെ ക്യാരക്ടർ സെറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത്ര മാത്രമേ ഉള്ളൂ, ആ ഒരു ലാംഗ്വേജിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സിന്റെ എല്ലാം കൂടെ കളക്ഷൻ. അപ്പൊ നമ്മൾ കീബോർഡ് യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അല്ലെങ്കിൽ എല്ലാ സിമ്പിൾസും എല്ലാം ടൈപ്പ് ചെയ്യുന്നതും എല്ലാം എന്താണ് എന്താണ് നമ്മുടെ കീബോർഡ് വഴിയാണ്. അപ്പൊ കീബോർഡിനകത്തുള്ള എന്താണ് സിമ്പിൾസ് മാത്രമാണ് നമുക്കിവിടെ അലൗഡ് ആയിട്ടുള്ളത്. അപ്പൊ കീബോർഡിനകത്ത് ഈ ഫങ്ഷണൽ കീസ് അങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് ഇവിടെ അലൗഡ് അല്ല. പകരം എന്താണ് ഈ പറയുന്നതൊക്കെ തന്നെ നമുക്ക് ഈ 4 കാറ്റഗറീസ് ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് കാറ്റഗറീസ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ലെറ്റേഴ്സ് അവൈലബിൾ ആണ്, ഡിജിറ്റ്സ് അവൈലബിൾ ആണ്, ദെൻ അടുത്ത എന്താണ് സ്പെഷ്യൽ സിമ്പിൾസ്, അടുത്ത എന്താണ് വൈറ്റ് സ്പേസസ്. ഇങ്ങനെ 4 കാറ്റഗറിയാണ് നമുക്ക് ഇതിനകത്ത് എന്തായിട്ട് വരുന്നത്, അലൗഡ് ആയിട്ടുള്ള സിമ്പിൾസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാര്യം പറഞ്ഞു എന്താണ് ഈ പറയുന്നതൊക്കെ തന്നെ ക്യാരക്ടർ സെറ്റ് ആണ് പറയുന്നത്. അപ്പോൾ ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ലാംഗ്വേജിൽ അലൗഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള സിമ്പിൾസിന്റെ കളക്ഷനാണ് നമ്മൾ എന്തെന്ന് പറയാം, ക്യാരക്ടർ സെറ്റ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് നോക്കിയേ. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഇനി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത് നിങ്ങൾ കാണുന്നത് എന്താണ്, വേർഡ്സ് ആണ് അല്ലേ, വേർഡ്സ്. അപ്പം വേർഡ് വരുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, മീനിങ് വന്നു തുടങ്ങുന്നത്. അതുവരെ നമുക്ക് മീനിങ്, പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല അല്ലെ. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളുടെ സി ലാംഗ്വേജിൽ പറയുന്ന ടൈം ഇതാണ്, ടോക്കൺസ് എന്നാണ്. ഓക്കെ, ടോക്കൺസ്. ഓക്കെ, അപ്പൊ ടോക്കൺസ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ സി ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡുകളെ പറയുന്ന പേരാണെന്ന് പറയുന്നത് ടോക്കൺസ് എന്ന് പറയും. മീനിങ് ഫുൾ വേർഡ്സിനെ ഓക്കെ നമ്മൾ പറയുന്ന പേരാണെന്ന് പറയുന്നത് ടോക്കൺസ് എന്ന് പറയും. അപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എന്താണോ വേർഡ്സ് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് തന്നെ. അപ്പം നിങ്ങൾ നോക്കി ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ആൽഫബറ്റ്സ് നിൽക്കുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല അല്ലേ. അപ്പൊ ആൽഫബറ്റ്സ് ചേർന്നാണ് എന്ത് ക്രിയേറ്റ് ആവുന്നത്, വേർഡ്സ് ക്രിയേറ്റ് ആവുന്നത്. സിമിലർലി നമ്മുടെ ക്യാരക്ടേഴ്സ് കമ്പയർ ചെയ്തെന്നാണ് നമുക്ക് എന്ത് ക്രിയേറ്റ് ആവുക, ടോക്കൺസ് ക്രിയേറ്റ് ആവുക. അപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പല ടൈപ്പ് വേർഡ്സ് ഉള്ളതിനൊക്കെ തന്നെ ഇവിടെ നമുക്ക് എന്താണ് പല കാറ്റഗറി വേർഡ്സ് വരും, ടോക്കൺസ് വരും. ഓക്കെ, അപ്പൊ അത് ടോക്കൺസ് ആണെന്നുള്ള കാര്യം ഇപ്പൊ ഒന്ന് ഓർത്ത് വെച്ച് അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി അടുത്ത എന്താണ്, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾ എന്താണ് വേർഡ്സുകൾ കമ്പയർ ചെയ്ത് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യും, സെന്റൻസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ സെന്റൻസ് എഴുതി പഠിപ്പിക്കുമ്പോൾ ടീച്ചർ നമുക്ക് റൂൾ പറഞ്ഞു തരും. എന്താണ് റൂൾ എന്ന് പറയുന്നത്, സ്റ്റാർട്ട് ചെയ്യേണ്ടത് ക്യാപിറ്റൽ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പറയും അല്ലെ. അങ്ങനെയല്ലേ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ളത്, ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറയും. ദെൻ ആ ഒരു സെന്റൻസ് എൻഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഒരു ഫുൾ സ്റ്റോപ്പ് കൊടുത്തേക്കാൻ പറയും. ഓക്കെ, അപ്പം വേർഡ്സുകൾ ചേർന്നാണ് സെന്റൻസ് ഉണ്ടാകുന്നത്. പക്ഷെ സെന്റൻസിന് എന്ത് ചെയ്യണം, നമ്മൾ അതിന്റെ ഒരു കറക്റ്റ് ഫോർമാറ്റ് നമ്മൾ അവിടെ കീപ്പ് ചെയ്യേണ്ടി വരും. അതേ രീതിയിൽ തന്നെ നമ്മൾ എന്താണ് ഈ പറയുന്ന നമ്മുടെ സി ലാംഗ്വേജിൽ സെന്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കണ്ടന്റ് നമ്മൾ ഇവിടെ പറയുന്ന പേരാണ് സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയുന്നത്.
ഓക്കെ, സ്റ്റേറ്റ്മെന്റ് എന്നായിരിക്കും പറയും. അപ്പൊ ഇവിടെ സ്റ്റേറ്റ്മെന്റ് പറയുന്ന സമയത്ത് നമ്മൾ ഇവിടെയും മറ്റേടത്ത് തന്നെ റൂൾ ഉണ്ട്. പക്ഷെ അവിടെ രണ്ട് റൂൾ ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണ എൻഡ് വിത്ത് എന്താണ് സെമി കോളൻ ആണെങ്കിൽ ഇവിടെ ഒറ്റ റൂളേ ഉള്ളൂ. അവിടെ എൻഡ് വിത്ത് ഫുൾ സ്റ്റോപ്പ് അല്ലേ, ഇവിടെ എന്താണ് എൻഡ് വിത്ത് സെമി കോളൻ. ഒരു സ്റ്റേറ്റ്മെന്റ് എൻഡ് ചെയ്യുന്നത് എന്തിലായിരിക്കണം, സെമി കോളൻ ആയിരിക്കണം എന്ന് മാത്രം ഒറ്റ റൂൾ മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ. ഓക്കെ, അപ്പം പഠിക്കുമ്പം ഇതുമായിട്ട് കമ്പയർ ചെയ്ത് പഠിച്ചു പോയാൽ മതി. ഇനി അതേപോലെ തന്നെ അടുത്തത് അടുത്ത എന്താണ്, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അടുത്ത് എന്ത് പഠിക്കും, പാരഗ്രാഫ് പഠിക്കും അല്ലെ. പാരഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്, സെന്റൻസുകൾ ചേരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, പാരഗ്രാഫ് ക്രിയേറ്റ് ആവുന്നത്. അപ്പൊ പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ടീച്ചർ ഇങ്ങനെ ആയിരിക്കും പഠിപ്പിക്കുക. ഇത് നിങ്ങളുടെ ഒരു പേപ്പർ ആണെന്നുണ്ടെങ്കിൽ മിഡിലിൽ നിന്ന് വേണം ഒരു പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അല്ലെ. ദെൻ എന്ത് ചെയ്യുക, ഒരു പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ കുറെ സ്റ്റേറ്റ്മെന്റ് സെന്റൻസുകൾ അവിടെ കാണും. ദെൻ ഒരു പാരഗ്രാഫ് കഴിഞ്ഞാൽ അടുത്ത പാരഗ്രാഫ് അടുത്ത ലൈനിൽ നിന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞു തരും. അപ്പൊ അവിടെ നമ്മൾ എന്താണ് ആ ഒരു ഫോർമാറ്റ് കീപ്പ് ചെയ്യേണ്ടി വരും. അതേ രീതിയിൽ തന്നെ നമ്മുടെ സ്റ്റേറ്റ്മെന്റുകൾ കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്നതിന് നമ്മൾ ഇവിടെ പറയുന്ന പേരാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമുക്കൊരു കറസ്പോണ്ടിങ് ഫോർമാറ്റ് കാണും. ആ ഫോർമാറ്റ് തന്നെ നമ്മളിവിടെ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണമെന്ന് മാത്രം. ഓക്കെ, അപ്പം ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഒറ്റ സ്ട്രെസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇത്രയും ടേംസുകൾ ക്ലിയർ ആവും. അപ്പൊ ഇംഗ്ലീഷുമായിട്ട് കമ്പയർ ചെയ്യുക, കാര്യം ഇംഗ്ലീഷ് ഓൾറെഡി നിങ്ങൾ കണ്ടതാണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ അതുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എന്താണ് എളുപ്പമാണ്. ഇപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾ പഠിക്കുന്ന ഓർഡർ ഇങ്ങനെയായിരുന്നു, ആൽഫബറ്റ്സ്, വേർഡ്സ്, സെന്റൻസ്, പാരഗ്രാഫ് എന്നതാണ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് സിയിൽ വരുമ്പോൾ നമ്മൾ പറയുന്ന പേര് ക്യാരക്ടർ സെറ്റ്. ഓക്കെ, ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സി ലാംഗ്വേജിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾസിന്റെ എല്ലാം കളക്ഷനാണ് നമ്മൾ എന്തെന്ന് പറയുക, ക്യാരക്ടർ സെറ്റ് എന്ന് പറയാം. അപ്പൊ അവിടെ എല്ലാ സിമ്പിൾസും നമുക്ക് അലൗഡ് ആണ്. ആ സിമ്പിൾസിനെ നമ്മൾ 4 കാറ്റഗറീസ് ആയിട്ട് കണ്ടു. ഇനി അടുത്ത എന്തായിരുന്നു, ഈ പറയുന്ന ക്യാരക്ടേഴ്സ് കമ്പനി നടന്ന വേർഡ്സിനെ ഇവിടെ പറയുന്ന പേര് ടോക്കൺസ് എന്നായിരിക്കും പറയാം. അപ്പൊ ടോക്കൺ ആകുമ്പോഴാണ് അതിന് മീനിങ് വന്നു തുടങ്ങുന്നത്, അതുവരെ മീനിങ് ഒന്നുമില്ല. ദെൻ വേർഡ്സുകൾ കമ്പൈൻ ചെയ്യുക അല്ലെങ്കിൽ ടോക്കൺസ് കമ്പൈൻ ചെയ്തുണ്ടാകുന്നതിന് നമ്മൾ പറയുന്നവരാണ് സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയും. ഒറ്റ റൂള് മാത്രമേ ഇവിടെ കീപ്പ് ചെയ്താൽ മതി. ഒരു സ്റ്റേറ്റ്മെന്റ് എന്ത് നമ്മൾ അവിടെ എന്ത് കൊടുക്കേണ്ടി വരും, സെമിക്കോളം കൊടുക്കേണ്ടി വരും. ദെൻ സ്റ്റേറ്റ്മെന്റുകൾ ചേരുമ്പോഴാണ് നമുക്ക് എന്തായിട്ട് മാറുന്നത്, പ്രോഗ്രാം ആയിട്ട് മാറുന്നത്. ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ എന്ത് എഴുതും, കുറെ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ കുറെ സ്റ്റേറ്റ്മെന്റുകൾ എഴുതും. അപ്പൊ അതിനെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ പറയുന്ന പേരാണ് എന്താ പറയാ, പ്രോഗ്രാം എന്ന് പറയും. ഈ രീതിയിൽ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ പോകുന്ന, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് ആദ്യം ക്യാരക്ടർ സെറ്റ്. നമ്മൾ ഇനി ഓർഡർ നോക്കാം എങ്ങനെയാണ് പഠിച്ചു പോകുക എന്നുള്ളത്. നമ്മൾ ബേസിക് ലെവൽ കണ്ടു. നമ്മൾ ആദ്യം ക്യാരക്ടർ സെറ്റ് പഠിക്കണം. ഓക്കെ, ഓൾറെഡി നമ്മളൊരു ബേസിക് ഐഡിയ കണ്ടു. അടുത്ത എന്താണ്, ടോക്കൺസ്. ഇതിനകത്ത് ഏതൊക്കെ ടൈപ്പ് ഓഫ് വേർഡ്സ് ആണ് നമുക്ക് വരുന്നത് എന്നുള്ള കാര്യം അറിയണം. ഓക്കെ, വേർഡ്സുകളെല്ലാം നമുക്ക് ക്ലിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്നത് തന്നെ എങ്ങനെയാണ് നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതേണ്ടത് എന്നുള്ളത് നോക്കും. ആ സ്റ്റേറ്റ്മെന്റ് എഴുതേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത് നമ്മൾ പ്രോഗ്രാമിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഓർഡർ കൂടെ നമുക്ക് കീപ്പ് ചെയ്ത് പോകും. അപ്പൊ നമ്മുടെ ആദ്യം പറഞ്ഞ കാര്യം എന്തായിരുന്നു, ക്യാരക്ടർ സെറ്റിനെ കുറിച്ചായിരുന്നു. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ ഒന്നും നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, നമ്മൾ ഇമ്പോർട്ടന്റ് ഉള്ള സ്ഥലം വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് കുറച്ചും കൂടെ സ്ട്രെസ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ക്യാരക്ടർ സെറ്റ് എന്തായിരുന്നു, ദ ക്യാരക്ടർ സെറ്റ് ഡിഫൈൻസ് വാലിഡ് ക്യാരക്ടേഴ്സ് യൂസ്ഡ് ഇൻ സി പ്രോഗ്രാമിംഗ്. അപ്പൊ സി പ്രോഗ്രാമിംഗിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വാലിഡ് ക്യാരക്ടേഴ്സ്. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മുടെ സിമ്പിൾസ്. ആ ലാംഗ്വേജിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾസിനാണ് എന്താ പറയുക, ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പം ആ ക്യാരക്ടറിന്റെ എല്ലാം കളക്ഷൻ അല്ലെങ്കിൽ സെറ്റിനാണ് നമ്മൾ എന്താ പറയുന്നത്, ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത്, എന്താണ്, കോഡ് എഴുതണം. നമുക്കിനി എന്താണ് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വേരിയബിൾസ് എന്നൊക്കെ പറയും. ഇപ്പോൾ വേരിയബിളിന് പേര് കൊടുക്കണം, അതിനൊക്കെ എന്താണ് ഓപ്പറേറ്റേഴ്സ്, അങ്ങനെയുള്ള എല്ലാ ആവശ്യത്തിനും നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്, ക്യാരക്ടർ സെറ്റ്. അപ്പം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ക്യാരക്ടർ സെറ്റ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ക്യാരക്ടർ സെറ്റ് വെച്ചിട്ടാണ് ഇത് ചെയ്യാനായിട്ട്. ഓക്കെ, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഇനി നമുക്കിവിടെ 4 കാറ്റഗറീസ് ആണ് ക്യാരക്ടർ സെറ്റ് ഉള്ളതെന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ എന്തായിരുന്നു, ലെറ്റേഴ്സ്. ഏതൊക്കെയായിരുന്നു, സ്മോൾ ലെറ്റർ എ ടു സെഡും ക്യാപിറ്റൽ ലെറ്റർ എ ടു സെഡും. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സി എന്ന് പറയുന്ന ലാംഗ്വേജ് നമ്മൾ പറയുന്ന പേര് കേസ് സെൻസിറ്റീവ് ആണെന്ന് പറയും. കേസ് സെൻസിറ്റീവ്, അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഓക്കെ, നമുക്ക് 2 കേസുകൾ അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ലോവർ കേസ് എന്ന് പറയും, അടുത്ത കേസിന് നമ്മൾ പറയുന്ന പേരാണ് അപ്പർ കേസ് എന്ന് പറയും. അപ്പർ കേസ്, ലോവർ കേസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സ്മോൾ ലെറ്ററിനെയാണ് നമ്മൾ എന്താന്ന് പറയാ, ലോവർ കേസ് എന്ന് പറയാം. അപ്പൊ അതിനകത്ത് എന്താ വരുന്നത്, സ്മോൾ ലെറ്റർ എ മുതൽ ഇസഡ് വരെ. അപ്പർ കേസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ എ മുതൽ ഇസഡ് വരെ. ഇനി എന്താണ് കേസ് സെൻസിറ്റീവ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ കാര്യം. എ ബി സിയും അതേപോലെ തന്നെ ക്യാപിറ്റൽ എ ബി സിയും എന്താണ്, രണ്ടും രണ്ടായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. രണ്ടും രണ്ടാണ്. സാധാരണ രീതിയിൽ നമ്മൾ പേരുകൾ എഴുതാറില്ല. ഇപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്, അരുൺ എന്ന് പറയുന്ന പേര് ഞാൻ ഇങ്ങനെ എഴുതി, അതേ കണക്ക് തന്നെ എന്താണ് ARU എന്ന് എഴുതി. നമ്മൾ പറയും ഇത് രണ്ട് സെയിം ആണെന്ന് പറയാം അല്ലേ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പറയുന്നത് കേസ് സെൻസിറ്റീവ് അല്ല എന്ന് പറയാം. പക്ഷേ സി ലാംഗ്വേജ് എന്താണ്, കേസ് സെൻസിറ്റീവ് ആണ്. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ABC എന്ന് എഴുതി കഴിഞ്ഞാലും ക്യാപിറ്റൽ ABC എന്ന് എഴുതി കഴിഞ്ഞാലും രണ്ടും എന്താണ്, ഡിഫറൻ്റ് ആണ്, സെയിം അല്ല.
ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞിരിക്കുന്നത്, ഇത് കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ്. ചില ലാംഗ്വേജസ് അങ്ങനെയല്ല, കേസ് സെൻസിറ്റീവ് അല്ല. അപ്പൊ അവിടെ എ ബി സി എന്ന് സ്മോൾ ലെറ്ററിൽ എഴുതിയാലും ക്യാപിറ്റൽ എഴുതിയാലും സെയിം എഫക്റ്റ് ആണ്. ഇവിടെ കേസ് സെൻസിറ്റീവ് ആയതുകൊണ്ട് ഇതെന്താണ്, രണ്ടും രണ്ടായിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സാധാരണ രീതി നമ്മളെ നമ്മുടെ പേരുകളൊക്കെ എങ്ങനെയാണ്, കേസ് സെൻസിറ്റീവ് എന്നുള്ളത് കൺസിഡർ ചെയ്യാറില്ല. ഓക്കെ, പക്ഷേ സി ലാംഗ്വേജിൽ ഇതെല്ലാം എന്താണ്, കേസ് സെൻസിറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ഫസ്റ്റ് കാറ്റഗറി ലെറ്റേഴ്സിൽ വരുന്നത് സ്മോൾ ലെറ്റർ എ മുതൽ എ ടു സെഡ് മുതൽ അതിനൊക്കെ എന്താണ് ക്യാപിറ്റൽ ലെറ്റർ എ ടു സെഡ് വരും. രണ്ടാമത്തെ കാറ്റഗറി ഡിജിറ്റ്സുകൾ നമുക്ക് വരുന്നുണ്ട്. അതേതായിരുന്നു 0 to 9 വരുന്നത്. ഇതിന്റെ കോമ്പിനേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ നമ്പേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. ഇനി അടുത്തത് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ സ്പെഷ്യൽ സിമ്പിൾസ് എന്നും പറയാറുണ്ട്. അവയോട് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ അതിൽ വരുന്നതാണ് പ്ലസ് അല്ലെ, മൈനസ്, അതുപോലെ എന്താണ് സ്റ്റാർ, സ്ലാഷ്, പെർസെൻറ്റേജ് അല്ലെ, അറ്റ് ദ റേറ്റ്, ക്വസ്റ്റ്യൻ മാർക്ക്, ഓക്കെ, കോളൻ, സെമി കോളൻ, ഓക്കെ, ദെൻ ഹാഷ്, ഇങ്ങനെയുള്ള ഒരുപാട് എണ്ണം അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം സ്പെഷ്യൽ സിമ്പിൾസ് വരുന്നുണ്ട്. ഇനി അടുത്തതാണ് വൈറ്റ് സ്പേസസ്. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഇതിൽ സ്പേസുകളൊക്കെ കൊടുക്കേണ്ടി വരാറുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ ബ്ലാങ്ക് സ്പേസ് യൂസ് ചെയ്യും. നമ്മുടെ കീബോർഡിൽ ബ്ലാങ്ക് സ്പേസ് ഇല്ല, സ്പേസ് കൊടുക്കാനായിട്ട്. ഇനി അതിനൊക്കെ എന്തെങ്കിലും എഴുതുമ്പോൾ നമ്മൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ ബാക്ക് സ്പേസ് കൊടുക്കാറുണ്ട്. അപ്പൊ ഇതും ഇവിടെ ക്യാരക്ടർ തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റർ. അതിന് നമ്മൾ ഇവിടെ പറയുന്ന ഒരു ന്യൂ ലൈൻ എന്നായിരിക്കും പറയുന്നത്. എൻ്റർ എന്നല്ല പറയാം, ന്യൂ ലൈൻ എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, അപ്പം ദെൻ അത് കണക്ക് തന്നെ നമുക്ക് ടാബുകൾ വരുന്നുണ്ട്. ഇതെല്ലാം ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്, വൈറ്റ് സ്പേസസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഏതിൽ വരുന്നത്, ഈ പറയുന്ന ക്യാരക്ടർ സെറ്റിൽ വരുന്നത്. അപ്പൊ അതിനകത്ത് കാറ്റഗറീസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 4 കാറ്റഗറി: ലെറ്റർ, ഡിജിറ്റ്, സ്പെഷ്യൽ ക്യാരക്ടർ അല്ലെങ്കിൽ സ്പെഷ്യൽ സിമ്പിൾസ്. അടുത്ത ഏതായിരുന്നു, വൈറ്റ് സ്പേസസ്. അപ്പം ഇതിനകത്ത് നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഈ കാറ്റഗറിയിലുള്ള ഏതെങ്കിലും ഒരു സിമ്പിൾ, ഏത് സിമ്പിൾ എടുത്താലും അതിനെ നമ്മൾ പറയേണ്ട പേരെന്താണ്, ക്യാരക്ടർ എന്നുള്ള ടൈമാണ് യൂസ് ചെയ്യാനായിട്ട്, ക്യാരക്ടർ. അതുകൊണ്ട് തന്നെയാണ് ഇതിന് എന്ത് പേര് വന്നിരിക്കുന്നത്, ക്യാരക്ടർ സെറ്റ് എന്നുള്ള പേര് വന്നു. നമ്മളുടെ സിമ്പിൾ അങ്ങനെയല്ല നമ്മൾ ടൈം യൂസ് ചെയ്യേണ്ടത്. പകരം എന്താണ്, എന്ത് കണ്ടാലും ക്യാരക്ടറാണ്. ഒരു സ്പേസ് കണ്ട ക്യാരക്ടറാണ്, 1 ക്യാരക്ടറാണ്, 2 ക്യാരക്ടറാണ്, എ ക്യാരക്ടറാണ്, ബി ക്യാരക്ടറാണ്, പ്ലസ് ക്യാരക്ടറാണ്, അങ്ങനെ വേണം നമ്മൾ പറയാനായിട്ട്. ഓക്കെ, അതുകൊണ്ടാണ് ആ ടൈം അവർ യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ്, ക്യാരക്ടറിന്റെ സെറ്റ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ 4 കാറ്റഗറീസ് പറഞ്ഞു. ആൽഫബറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു, ഡിജിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു, അതിനൊക്കെ എന്താണ് സ്പെഷ്യൽ സിമ്പിൾസ്, അടുത്ത എന്താണ് വൈറ്റ് സ്പേസസ്. ഇനി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ സിസ്റ്റത്തിനകത്ത്. ഓക്കെ, നമ്മുടെ സിസ്റ്റത്തിനകത്ത് നമുക്കറിയാം മെമ്മറി ഉണ്ട്, അവിടെയാണ് കണ്ടൻസ് എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. അതിനൊക്കെ തന്നെ പ്രോസസ്സറിനകത്താണ് എന്ത് ചെയ്യുന്നത്, പ്രോസസ്സ് ചെയ്യുന്നത്. ഇനി ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, നമ്മളുടെ സിസ്റ്റത്തിനകത്ത് എന്ത് കാര്യം നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാലും, അതിനൊക്കെ എന്ത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഏത് ഫോർമാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈനറി ഫോർമാറ്റാണ്. ബൈനറി ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ, അതിലെല്ലാം 0യും 1 മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ ഞാൻ നമ്മുടെ കീബോർഡ് വഴി, ഓക്കെ, ഒരു സ്മോൾ ലെറ്റർ അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ ലെറ്റർ എ നമ്മൾ എൻ്റർ ചെയ്ത് നോക്കുക. ക്യാപിറ്റൽ ലെറ്റർ എ നമ്മൾ എൻ്റർ ചെയ്തു. ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എ എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഒരു നമ്പർ ഉണ്ട്. അപ്പൊ ആ നമ്പർ എന്ന് പറയുന്നത് 65 ആണ്. 65. ഓക്കെ, 65. ഈ 65നെ ബൈനറി 01 ഫോർമാറ്റിൽ കൺവേർട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അതിന് നോക്കാം, അതൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം ഈ നമ്പറിനെ നമ്മൾ പറയുന്നവരാണ്. അപ്പോൾ ഇത് ഓൾറെഡി ഡിഫൈൻഡ് ആണ്. എ എന്ന് പറഞ്ഞ് നമ്മൾ കീബോർഡിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി സ്റ്റോർ ആവുന്ന എന്താണ്, എയ്ക്ക് കറസ്പോണ്ടിങ് ഒരു നമ്പർ ഉണ്ട്. ആ നമ്പറിനെ നമ്മൾ പറയുന്നവരാണ് ആസ്കി നമ്പർ എന്ന് പറയും. ഒന്ന് ഓർത്ത് വെച്ചേക്കുക, ആസ്കി, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ഓക്കെ, നമ്മുടെ സിസ്റ്റത്തിനകത്തുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരുന്നുണ്ട്, ആസ്കി വാല്യൂ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ആസ്കി വാല്യൂവിനെ ബൈനറിയിലേക്ക് മാറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന നമ്മുടെ സിസ്റ്റത്തിൽ സ്റ്റോർ. കാരണം നമ്മുടെ സിസ്റ്റത്തിനകത്ത് എല്ലാം 01 ഫോർമാറ്റിൽ മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആസ്കി. നമ്മളിവിടെ നമുക്ക് ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ക്യാരക്ടേഴ്സിന് ആസ്കി വാല്യൂ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ക്യാപിറ്റൽ ലെറ്റർ എ ടു സെഡിന്റെ ആസ്കി വാല്യൂ ഇതാണ്, 65 മുതൽ 90 വരെയാണ്. 26 എണ്ണം ഉണ്ടല്ലോ. ഇനി അതേ കണക്ക് തന്നെ സ്മോൾ ലെറ്ററിന്റെ ഓർത്ത് വെച്ചേക്കണം. സ്മോൾ ലെറ്ററിന്റെ എന്ന് പറയുമ്പോഴത്തേക്ക്, ഓക്കെ, സ്മോൾ ലെറ്ററിൻ്റെ അത് 91 മുതലല്ല, എ മുതൽ ഇസഡ് വരെ ഉള്ളത് 97 മുതൽ 122 വരെയാണ്. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. പല സിറ്റുവേഷനിലും നമുക്ക് ഇത് ആവശ്യമുണ്ട്. അപ്പം ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആസ്കി വാല്യൂവിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഇതിന്റെ ക്യാരക്ടേഴ്സിന് മാത്രം അല്ലെങ്കിൽ ലെറ്റേഴ്സിന് മാത്രം ഓർത്തിരുന്നാൽ മതി, അതേ നമുക്ക് ആവശ്യം വരുള്ളൂ. ഓക്കെ, അപ്പൊ ലെറ്റേഴ്സിന്റെ ആസ്കി വാല്യൂ എന്ന് ഓർത്ത് വെച്ചേക്കുക. ലെറ്റേഴ്സിന്റെ ആസ്കി വാല്യൂ ഇതാണ്. ക്യാപിറ്റൽ ലെറ്റർ എ മുതൽ ഇസഡ് വരെ ഉള്ളതിന്റെ 65 മുതൽ 90 വരെയും, സ്മോൾ ലെറ്റർ എ മുതൽ ഇസഡ് വരെ ഉള്ളതിന്റെ 97 മുതൽ 122 വരെയുമാണ് എന്ത് വന്നിരിക്കുന്നത്, ഈ പറയുന്ന ആസ്കി വാല്യൂന്റെ റേഞ്ച് വന്നിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് പല സിറ്റുവേഷനിലും ഇനി ആവശ്യം വരും. ആ സമയത്ത് ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് പറഞ്ഞു തരണം. ഓക്കെ, അപ്പൊ ആസ്കി വാല്യൂ ആണ്.
അപ്പം ഓരോ ക്യാരക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് വരുന്നുണ്ട്, ആസ്കി വാല്യൂ വരുന്നുണ്ട്. അതും കൂടെ ഞാൻ ഈ ആൽഫബറ്റ്സ് അല്ലെങ്കിൽ എന്തായിരുന്നു ലെറ്റേഴ്സ് അല്ലേ, അപ്പൊ ആ ലെറ്റേഴ്സിന്റെ കാറ്റഗറിയിൽ ഞാൻ ആ ഒരു പോയിന്റും കൂടെ ആഡ് ചെയ്തു. ഇനി അടുത്ത നമ്മൾ ആൽഫബറ്റ്സ് പറഞ്ഞു, അടുത്ത ഡിജിറ്റ്സ് അതിനകത്ത് നമുക്ക് 0 to 9 വരെയാണ് വരുന്നത്. ദെൻ സ്പെഷ്യൽ സിമ്പിൾസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഈ പറയുന്ന ലെറ്ററും ഡിജിറ്റും അല്ലാതെ കുറേ സിമ്പിൾസ് അവൈലബിൾ ആണ്. അതെല്ലാം നമുക്ക് സ്പെഷ്യൽ സിമ്പിൾസിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന് പറയും. ഇനി അടുത്ത എന്താണ് വൈറ്റ് സ്പേസ്. അതിനകത്താണ് നമുക്ക് എന്ത് വരുന്നത്, ബ്ലാങ്ക് സ്പേസ്, ന്യൂ ലൈൻ എന്ന് പറഞ്ഞാൽ എൻ്റർ എന്നാണ്. ടാബ്, ഹൊറിസോണ്ടൽ ടാബ്, ബാക്ക് സ്പേസ്, ഇതെല്ലാം വരുന്നത് വൈറ്റ് സ്പേസിലാണ്. ഇത്രയാണ് നമുക്ക് ക്യാരക്ടർ സെറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ടോക്കൺസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ കമ്പയർ ചെയ്ത് പഠിച്ചല്ലേ എന്തായിരുന്നു ടോക്കൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് വേർഡ്സ് അല്ലെ, വേർഡ്സ് ആണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ടോക്കൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം വേർഡ്സ് വരുമ്പോഴാണ് നമുക്ക് അവിടെ എന്ത് വരുന്നത്, ഒരു മീനിങ് വരുന്നത്. ഓക്കെ, മീനിങ് വന്നു തുടങ്ങുന്നത് വേർഡ്സ്. അപ്പം അതുകൊണ്ട് തന്നെ ടോക്കണിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ ടോക്കൺസ് ആർ ദ സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഇൻ എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിനകത്തെ ഏറ്റവും സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റിനെ പറയുന്ന പേരാണെന്ന് പറയുന്നത് ടോക്കൺ എന്ന് പറയും. ഇനി മറ്റൊരു രീതിയിൽ നമുക്ക് ടോക്കണിനെ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ ഓക്കെ, നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും പറയാം, മീനിങ് ഫുൾ ഓക്കെ വേർഡ്സ് എന്നോ ആ രീതിയിൽ നമുക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യും. അല്ലെങ്കിൽ മീനിങ് ഫുൾ യൂണിറ്റ് ഈസ് കോൾഡ് ടോക്കൺ, ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം മീനിങ് വന്നു തുടങ്ങുന്നത് എവിടെ മുതലാണ്, ടോക്കണിൽ നിന്ന്. മറ്റേത് വെറുതെ സിമ്പിൾസ് മാത്രം, അവരെ ഒന്ന് മീനിങ് ഫുൾ ആക്കി മാറ്റുമ്പോൾ അതിനെ പറയുന്ന പേരാണ് വേർഡ്സ് അല്ലെങ്കിൽ ടോക്കൺസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്, വേർഡ്സ് വരുന്നുണ്ടല്ലോ. അതേ രീതിയിൽ തന്നെയാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്, ഈ പറയുന്ന നമ്മുടെ ഇവിടെ നമ്മൾ വേർഡ് യൂസ് ചെയ്യുന്ന ടോക്കൺ എന്നുള്ള വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ടോക്കൺസ് എന്താണെന്ന് വെച്ചാൽ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ സി ലാംഗ്വേജിലെ ഏറ്റവും സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ പാർട്ടിനെ പറയുന്നവരാണ് എന്ന് പറയുന്നത് ടോക്കൺ എന്ന് പറയും. ടോക്കൺ വരുമ്പോഴാണ് അവിടെ എന്ത് വന്നു തുടങ്ങുന്നത്, മീനിങ് വന്നു തുടങ്ങുന്നത്. അവിടെ അതിനു മുന്നേ വരെ അവിടെ മീനിങ് ഇല്ല, സിമ്പിൾസുകൾ അങ്ങനെ ഇരിക്കുന്നു എന്ന് മാത്രമല്ല, അവർക്ക് മീനിങ് വരണമെങ്കിൽ എന്തായിട്ട് മാറണം, അത് ടോക്കൺ ആയിട്ട് മാറണം. ഇനി നമുക്കറിയാം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമുക്ക് കുറേ ടൈപ്പ് വേർഡുകൾ വരുന്നുണ്ട് അല്ലേ. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കുറേ ടൈപ്പ് നമുക്ക് വേർഡ്സ് വരാറുണ്ട്. അതേ രീതിയിൽ തന്നെ നമ്മുടെ എന്താണ് ഈ പറയുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് സി ലാംഗ്വേജിലും കുറേ അധികം വേർഡ്സ് നമുക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ കുറേ അധികം ടോക്കൺസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കീവേഡ്സ് ആണ്. ഓക്കെ, സെക്കൻഡ് വേർഡിനെ നമ്മൾ പറയുന്നവരാണ് ഐഡന്റിഫയർ എന്ന് പറയും. ഓക്കെ, അപ്പൊ ആദ്യം ഇത് രണ്ട് നമുക്ക് നോക്കാം. ഇത് കൂടാതെ വേർഡ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ രണ്ട് വേർഡുകളെ കുറിച്ച് പറയുമ്പോഴാണ് കീവേഡ്സ്, അതിന് ഞാൻ എടുത്ത എന്താണ് ഐഡന്റിഫയേഴ്സ്. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമുക്ക് വരുന്നത് കീവേഡ്, ഐഡന്റിഫയർ, കോൺസ്റ്റന്റ്, ഓപ്പറേറ്റർ, സ്പെഷ്യൽ സിമ്പിൾ, അല്ലെങ്കിൽ നമ്മൾ അതിനെ പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറയും. ഓക്കെ, അങ്ങനെ 5 എണ്ണമാണ് പ്രൈമറി ആയിട്ട് നമ്മൾ ടോക്കൺസ് ആയിട്ട് പറയുന്നത്. നമ്മൾ ആദ്യം പഠിക്കുന്നത് ഇതിനെ കുറിച്ചൊക്കെയാണ്, കീവേഡ്സ്, ഐഡന്റിഫയർ. കാര്യം ആ ഒരു രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം കീവേഡ്സിനെ കുറിച്ച് നോക്കാം. അപ്പൊ ഓർത്ത് വെച്ചേക്ക ടോക്കൺ അത്. അപ്പൊ ഇത് ഒരു ടൈപ്പ് ഓഫ് വേർഡ്സ് ആണ്. അപ്പം നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ചില വേർഡുകളുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻ, അറ്റ്, ഓൺ, ദ, ഇങ്ങനെയുള്ള കുറച്ച് വേർഡ്സ് ഇല്ലേ. ഇവരുടെ പ്രത്യേകത എന്താണ്, ഇവരെ യൂസ് ചെയ്യേണ്ടിടത്ത് ഇവരെ തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും അല്ലെ, വേറെ ഒന്നും വെച്ച് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അവരുടെ പ്രത്യേകത ഇവരെന്താണെന്നുള്ള കാര്യം നമ്മളല്ല പറഞ്ഞിരിക്കുന്നത്, എന്താണ് ഇതെല്ലാം പ്രീ ഡിഫൈൻഡ് ആണ് അല്ലെ, ഇവരെ ഇന്ന സ്ഥലത്ത് യൂസ് ചെയ്യണം എന്നുള്ള എന്താണ് പ്രീ ഡിഫൈൻഡ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ അതെന്താണ് ഓൾറെഡി ഡിഫൈൻഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അത് എന്തിനു വേണ്ടിയിട്ട്, ഒരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് പറയും, അതൊരു സ്പെഷ്യൽ പർപ്പസ് ആണെന്ന് പറയും. സ്പെഷ്യൽ പർപ്പസ് ആണ്, അത് പ്രീ ഡിഫൈൻഡ് ആണ്. ഇനി ആ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്, ഇപ്പൊ ഇംഗ്ലീഷിന്റെ കേസിലാണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിന്റെ മീനിങ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. അതാണ് പറഞ്ഞിരിക്കുന്നത്, ആ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന ആൾക്കാർ അവരെ നമ്മൾ എന്തെന്ന് പറയും, യൂസർ എന്ന് പറയും. അപ്പൊ യൂസർ കനോട്ട് ചേഞ്ച് ഇറ്റ്സ് മീനിങ് അല്ലെ. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അങ്ങനെ കുറേ അധികം വേർഡുകളുണ്ട്. ഓക്കെ, അപ്പം അതേ രീതിയിലുള്ള വേർഡുകൾ നമുക്ക് എവിടെ അവൈലബിൾ ആണ്, ഈ പറയുന്ന നമ്മുടെ ലാംഗ്വേജിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം ഈ വേർഡുകളുടെ പ്രത്യേകത എന്താണ്, ഇവരെല്ലാം ഓൾറെഡി സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്ന വേർഡുകളാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ റിസർവ്ഡ് വേർഡ്സ് എന്നാ പറയാം, റിസർവ്ഡ് വേർഡ്സ്. അപ്പൊ റിസർവ്ഡ് വേർഡ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, നമ്മൾ ഇംഗ്ലീഷിന്റെ കേസ് വെച്ചാണ് പറഞ്ഞിരിക്കുന്നത്, പ്രീ ഡിഫൈൻഡ് ആണെന്ന് പറഞ്ഞു, സ്പെഷ്യൽ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു. ആ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതിന്റെ മീനിങ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഏത് കാറ്റഗറി കൊണ്ടുവന്നിരിക്കുന്നത്, റിസർവ്ഡ് വേർഡ്സ്. അപ്പൊ അതേ രീതിയിൽ നമ്മുടെ സി ലാംഗ്വേജിൽ കുറച്ച് വേർഡ്സ് ഉണ്ട്, അവരെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്ന ഏത് കാറ്റഗറിയിലാണ്, കീവേഡ്സ്. അപ്പൊ കീവേഡ് എന്താണെന്ന് വെച്ചാൽ, കീവേഡ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ, റിസർവ്ഡ് വേർഡ്സ് ഇൻ സി. സിയിലുള്ള റിസർവ്ഡ് വേർഡ്സിനെ പറയുന്ന പേരാണെന്ന് പറയുന്നത് ഈ പറയുന്ന കീവേഡ്സ് എന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പഠിക്കണമെങ്കിൽ ഇത്രേ ഉള്ളൂ.
കീ എന്തിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒരു ലോക്ക് ഓപ്പൺ ചെയ്യാനല്ലേ, അല്ലെ? ആ പർട്ടിക്കുലർ ലോക്ക് മാത്രമേ അത് വെച്ച് ഓപ്പൺ ചെയ്യാൻ പറ്റൂ. അതേ രീതിയിൽ ആലോചിച്ചാൽ മതി. ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സിനാണ് എന്താ പറയുക? കീ വേർഡ്സ് എന്ന് പറയുന്നത്. ഇതെന്താണ്? ഓൾറെഡി ഡിഫൈൻഡ് ആണ്, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് ഇതിന് എന്ന് പറഞ്ഞിരിക്കുന്നത് റിസർവ്ഡ് എന്ന് പറയുന്നത്. അപ്പം കീവേഡ്സിന്റെ പ്രത്യേകതകളൊക്കെയാണ് ഫസ്റ്റ് നമ്മൾ പറയുന്നത്. ഇതെന്താണ്? ഈ വേർഡ്സിന്റെ പ്രത്യേകത, ഇവരെല്ലാം എന്താണ്? പ്രീ ഡിഫൈൻഡ് ആണ്. നേരത്തെ ഇവരുടെ യൂസ് എന്താണെന്നുള്ള കാര്യം ഡിഫൈൻ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇനി ഇവരുടെ പ്രത്യേകത, ഇവരൊരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും ഇവരെ ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഇവർക്ക് എന്താണ്? ഒരു സ്പെഷ്യൽ പർപ്പസ് ആണുള്ളത്. ഓക്കെ. ഇനി മൂന്നാമത്തത്, നമുക്ക് ഓൾറെഡി ഈ വേർഡിന് ലാംഗ്വേജ് എന്ന ഒരു മീനിങ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇതിന്റെ മീനിങ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെന്ന് പറയുന്നത് എന്താണ്? യൂസേഴ്സ് അല്ലേ? അപ്പൊ നമുക്ക് പറയാം യൂസർ cannot ചേഞ്ച് ഇറ്റ്സ് മീനിങ്. അപ്പൊ അങ്ങനെയുള്ള വേർഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? കീ വേർഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് എന്താണ് ഈ പറയുന്നത് തന്നെ, രണ്ട് നമ്പറിനെ തമ്മിൽ കമ്പയർ ചെയ്യണം. അപ്പം ഫസ്റ്റ് നമ്പർ എ ആണെന്ന് നോക്കുക, സെക്കൻഡ് നമ്പർ ബി ആണെന്ന് നോക്കുക. അപ്പൊ എ ഗ്രേറ്റർ ദാൻ ബി ആണെന്ന് നോക്കുക. നമ്മൾ ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, പഠിക്കാനുണ്ട്. അപ്പൊ അവിടെ നമ്മൾ എന്താണ്? ഇഫ് എന്ന് പറഞ്ഞായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ ഇഫ് എന്താണ്? ഇഫ് ഇവരെ തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന, അല്ലെ, ആ കമ്പാരിസൺ ആണോ, അല്ലെങ്കിൽ എന്താണ് എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് ചോദിക്കുന്ന വേർഡാണ്. ഓക്കെ. അപ്പൊ എന്താണ്? ഇഫ് എന്ന് പറയുന്നത് ഓൾറെഡി അവിടെ അങ്ങനെ ഒരു വേർഡ് എന്താണ് സി ലാംഗ്വേജിൽ ഡിഫൈൻ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇഫ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം? അതൊരു എന്താണ്? കീവേഡ് ആണെന്ന് പറയാം. അപ്പൊ എക്സാമ്പിൾസ് നിങ്ങൾ നോക്കണേ, നമുക്ക് കുറെ എക്സാമ്പിൾസ് ഉണ്ട്. ഓക്കെ, ഓർത്ത് വെച്ചേക്കുക. ഇഫ് ഒരു എക്സാമ്പിൾ ആണ്. ഇഫ് ഉണ്ടെങ്കിൽ എൽസ് കാണും. ഓക്കെ, അതിനൊക്കെ തന്നെ ഇൻഡ്, ഫ്ലോട്ട്, ഇതൊക്കെ നമുക്ക് പറയാം. അപ്പം ഇങ്ങനെയുള്ള കുറെ വേർഡ്സുകൾ എന്തിന് എക്സാമ്പിൾ ആണ്? കീവേഡ്സിന് എക്സാമ്പിൾ ആണ്. കീവേഡിന്റെ പോയിന്റുകൾ ഓർത്ത് വെച്ച കാര്യം, സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ആൻസർ ചെയ്യണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. കീവേഡ്സിന്റെ പ്രത്യേകത, കീവേഡ്സ് എന്ന് പറയുന്നത് സി ലാംഗ്വേജിലെ റിസർവ്ഡ് വേർഡ്സിനെ പറയുന്നത് വേണമെന്ന് പറയാം കീവേഡ്സ് എന്ന് പറയും. ഇവരുടെ പ്രത്യേകതകൾ ഇതൊക്കെയാണ്. ഈ വേർഡ്സ് പ്രീ ഡിഫൈൻഡ് ആണ്, സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മളെന്ന് പറഞ്ഞാൽ ആ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന ആൾക്കാർ, അവരെയാണ് യൂസർ, അല്ലെങ്കിൽ മറ്റൊരു പേരിൽ നമ്മൾ പറയും പ്രോഗ്രാമർ എന്ന് പറയും. അപ്പം പ്രോഗ്രാമറിന് ഇതിന്റെ മീനിങ് എന്ത് ചെയ്യാൻ പറ്റില്ല? ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ അതാണ് കീവേഡ്സിന്റെ പ്രത്യേകത. ഇനി ഓർത്ത് വെച്ചേക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, സി എന്ന് പറയുന്ന ലാംഗ്വേജിനകത്ത് മൊത്തം 32 കീവേഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 32 കീവേഡ്സ് നമുക്ക് ഏത് ലാംഗ്വേജിലുണ്ട്? സി ലാംഗ്വേജിൽ. ഓക്കെ, അപ്പൊ ഇതാണ് കീവേഡ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ കീവേഡ്സിന് പ്രത്യേകതയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫസ്റ്റ് പോയിന്റ് ഓർത്ത് വെച്ചേക്കുക. ഇതെന്താണ്? സി ലാംഗ്വേജിലെ റിസർവ്ഡ് വേർഡ്സിനാണ് എന്താ പറയുന്നത്? കീവേഡ്സ് എന്ന് പറയുന്നത്. പിന്നീട് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ്, സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇതിനെ യൂസ് ചെയ്യുന്നത്. ദെൻ യൂസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതിന്റെ മീനിങ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് കീവേഡ്സ് എത്രയാണ്? 32 കീവേഡ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രീ ഡിഫൈൻഡ് വേർഡ്സ് ആണ്, സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. യൂസർ കനോട്ട് ചേഞ്ച് ഇറ്റ്സ്. ടോട്ടൽ നമ്പർ ഓഫ് കീവേഡ്സ് എത്രയാണ്? 32 കീവേഡ്സ് ആണ്. കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ വേർഡ്സ് എല്ലാം നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഈ വേർഡുകൾ എന്താകും? സെറ്റ് ആയിക്കോളും. ഓക്കെ, അപ്പം ഓർത്ത് വെച്ചേക്കുക. കീവേഡ്സ് ആരൊക്കെയാന്ന് വെച്ചാൽ ഓട്ടോ, ബ്രേക്ക്, കേസ്, ക്യാർ, കോൺസ്റ്റ്, ഇങ്ങനെ കുറേ വേർഡ്സുകളുണ്ട്. കുറേയൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. അപ്പം ഇനി കുറേ കാണാനും കാണും. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് കീവേഡ്സ് ഓർത്ത് വെച്ചേക്കുക. 32 കീവേഡ്സ് ആണ് നമുക്ക് സി ലാംഗ്വേജിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പം ഇത് ഓർഡർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഈ ആൽഫബറ്റിക് ഓർഡറിൽ ഓർഡർ ചെയ്ത് വെച്ചിരിക്കുന്നുള്ളൂ. ABCD എന്ന് പറയുന്ന ഓർഡറിൽ കീവേഡ്സിനെ എല്ലാം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ നമ്പറാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്, 332 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടൈപ്പ് ഓഫ് വേർഡ്സ് നമ്മൾ കണ്ടു, കീവേഡ്സ് ആണ്. അപ്പൊ അത് പ്രീ ഡിഫൈൻഡ് ആണ്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ഓഫ് വേർഡ്സിനെ പറയുന്നവരാണ് ഐഡന്റിഫയർ. അപ്പൊ ടോക്കണിനകത്ത് സെക്കൻഡ് കാറ്റഗറി ആണ് ഐഡന്റിഫയർ. ഫസ്റ്റ് കാറ്റഗറി ആരായിരുന്നു? കീവേഡ്സ് ആയിരുന്നു. ഓക്കെ, അപ്പം നോക്കുക, ഓൾറെഡി ഡിഫൈൻ ചെയ്തിരിക്കുന്ന വേർഡ് കീവേഡ് ആണെങ്കിൽ, ഇനി നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് പല സിറ്റുവേഷനിലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പേരുകൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, പല സിറ്റുവേഷനിലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പേരുകൾ കൊടുക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ഡാറ്റ സ്റ്റോർ ചെയ്യണം. ഡാറ്റ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണ്ടി വരും? മെമ്മറി വേണ്ടി വരും, അല്ലേ? നമ്മളിങ്ങനെ ടോട്ടൽ ഇങ്ങനെ മെമ്മറി ഇരിക്കുവാണേ, നമ്മുടെ സിസ്റ്റത്തിന്റെ റാം മെമ്മറി ആണ് നിങ്ങൾ അസ്യൂം ചെയ്യുക. ഓക്കെ, അപ്പൊ ആ റാം മെമ്മറിയിലെ ഓരോ ലൊക്കേഷനും എന്ത് കാണും? ഒരു അഡ്രസ്സ് കാണും. ഫോർ എക്സാമ്പിൾ ഈ അഡ്രസ്സ് 1000 ആണെങ്കിൽ അടുത്ത് എത്ര ആയിരിക്കും? 1001, 1002, ഇങ്ങനെ അഡ്രസ്സുകളുണ്ട്. ഓക്കെ, അപ്പം അഡ്രസ് എന്ന് പറയുന്ന ഒരു നമ്പറാണ്. ഈ മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ കഴിവേടെന്ന് പറയുന്നത് എന്താണ്? നമ്പറുകൾ ഓർത്തിരിക്കുക, അല്ലെ? ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഒരു 50 കൂട്ടുകാരുടെ ഫോൺ നമ്പർ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, കാര്യം നമുക്ക് ഓർമ്മ നിൽക്കില്ല. ഓക്കെ, പക്ഷേ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ 50 കൂട്ടുകാരുടെ പേര് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ സ്കൂൾ ലെവൽ മുതൽ ഇങ്ങോട്ടുള്ള 50 കൂട്ടുകാരുടെ പേര് നിങ്ങൾക്ക് സിമ്പിളായിട്ട്, അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സിന്റെ പേര് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഓർത്ത് വെച്ചേക്കുക, മനുഷ്യന്റെ ഏറ്റവും വലിയ കഴിവുകേടാണ് എന്താന്ന് പറയുക? നമ്പർ ഓർത്തിരിക്കുക എന്നുള്ളത്. പക്ഷെ പേര് ഓർത്തിരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ പേരുകളാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, എനിക്കൊരു ഡാറ്റ സ്റ്റോർ ചെയ്യണം, ഞാൻ ഈ ഒരു മെമ്മറി ലൊക്കേഷനാണ്, ഓക്കെ, ഈ ഒരു മെമ്മറി ലൊക്കേഷനാണ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ അതിനെന്തുണ്ട്, അതിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വരുന്നുണ്ട്, ഈ പറയുന്ന ഒരു നമ്പർ വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും, ആ ലൊക്കേഷൻ്റെ അഡ്രസ്സ് എന്ന് പറയും. പക്ഷെ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ ഈ അഡ്രസ്സ് ഈ നമ്പർ ഓർത്തിരിക്കാനുള്ള കപ്പാസിറ്റി ആർക്കില്ല, നമുക്കില്ല, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ലൊക്കേഷന് പേര് കൊടുത്തു, എ എന്നുള്ള പേര് കൊടുത്തു. അപ്പം ഈ എ എന്നുള്ള പേര് എനിക്ക് മുന്നോട്ട് പോകുമ്പോൾ ഓർത്തിരിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ 1000 എന്ന് പറയുന്ന അഡ്രസ്സ് ഓർത്തിരിക്കുക എന്നുള്ള അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഞാനായിട്ട് ഈ ഒരു ലൊക്കേഷന് പേര് കൊടുത്തത്. അപ്പൊ ഇവിടെ ഞാൻ കൊടുത്ത പേരല്ലേ, ഞാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന ആൾക്കാർ, അല്ലേ? അപ്പം ഈ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് പേര് കൊടുക്കാനുള്ള പെർമിഷൻ ഉണ്ട്. ഓക്കെ, അങ്ങനെ കൊടുക്കുന്ന പേരുകളെ പറയുന്നവരാണ് ഐഡന്റിഫയേഴ്സ് എന്ന് പറയും, തിരിച്ചറിയാനായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നോക്കിയേ, ഈ ലൊക്കേഷനെ തിരിച്ചറിയാൻ ഞാൻ കൊടുത്ത പേരല്ലേ എന്ന് പറയുന്നത്, അല്ലെ? ഞാൻ തിരിച്ചറിയാനായിട്ട് ഞാൻ കൊടുത്ത പേരാണ്. തിരിച്ചറിയുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് ആണ് എന്ന് പറയാം, ഐഡന്റിഫൈ എന്ന് പറയും. ഓക്കെ, അപ്പം ഐഡന്റിഫയർ ഇത്ര മാത്രമേ ഉള്ളൂ. എന്താണ്, നമ്മൾ കൊടുക്കുന്ന പേരാണ്, അല്ലെ? അപ്പൊ നമ്മളെന്ന് പറഞ്ഞ എന്താണ്, ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം? യൂസർ ഡിഫൈൻഡ് നെയിംസ്, യൂസർ ഡിഫൈൻഡ് നെയിംസ് ആർ കോൾഡ് എന്താണ്, ഐഡന്റിഫയേഴ്സ്. അപ്പൊ ഐഡന്റിഫയർ എന്താന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ കൊടുക്കുന്ന പേരുകൾ എന്തിനു വേണ്ടിയിട്ട്, തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, അല്ലേ? നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി പല സിറ്റുവേഷനിലും പല പേരുകളും കൊടുക്കേണ്ടി വരും. ഇപ്പൊ ഇവിടെ ഒരു മെമ്മറി ലൊക്കേഷൻ ആണെങ്കിൽ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ മറ്റൊരു ആവശ്യത്തിനായിരിക്കും നമ്മൾ പേര് കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന പേരുകളാണ് നമ്മൾ എന്താ പറയുക, ഐഡന്റിഫയേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ നേരത്തെ ഓൾറെഡി ഉള്ള പേരുകൾ എന്തായിരുന്നു, കീവേഡ്സ്. നമ്മൾ കൊടുക്കുന്ന പേരുകൾ എന്താണ്, ഐഡന്റിഫയർ. ഓക്കെ, ഇനി വെറുതെ നമുക്ക് പേര് കൊടുക്കാൻ പറ്റില്ല, നമ്മൾ കുറച്ച് റൂളുകൾ എന്ത് ചെയ്തിരിക്കണം, ഫോളോ ചെയ്തിരിക്കണം. വെറുതെ പേര് കൊടുക്കാൻ പറ്റത്തില്ല, കുറച്ച് റൂൾസ് നമുക്കുണ്ട്. ആ റൂളുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ റൂൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് റൂൾ എന്താണെന്ന് വെച്ചാൽ, ഈ പേരിനകത്ത് നമ്മുടെ ക്യാരക്ടർ സെറ്റിനകത്ത് 4 കാറ്റഗറി ഉണ്ടല്ലോ. ഏതൊക്കെയായിരുന്നു നമ്മുടെ ക്യാരക്ടർ സെറ്റിനകത്ത് കാറ്റഗറീസ്? ക്യാരക്ടർ സെറ്റിലെ കാറ്റഗറീസ് ആരൊക്കെയായിരുന്നു? ഒന്ന് ലെറ്റേഴ്സ് വരുന്നുണ്ട്, അല്ലേ? അടുത്ത എന്താണ്, അടുത്ത വരുന്നത് ഡിജിറ്റ്സുകൾ നമുക്കുണ്ട്. അടുത്ത ഏതായിരുന്നു, സ്പെഷ്യൽ സിമ്പിൾസ് നമുക്ക് അവൈലബിൾ ആണ്, അല്ലെ? സ്പെഷ്യൽ സിമ്പിൾസ് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്ത എന്തായിരുന്നു, വൈറ്റ് സ്പേസസ്. അപ്പൊ നമ്മളൊരു പേര് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പേരിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ പറയണേ, ക്യാൻ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് എല്ലാ ലെറ്ററുകളും അതിനകത്ത് യൂസ് ചെയ്യാം. ലെറ്റേഴ്സിനകത്ത് ആരൊക്കെ ഉണ്ടോ അതിനെല്ലാം യൂസ് ചെയ്യാം. സ്മോൾ ലെറ്റർ ഐ മുതൽ സെറ്റ്, ക്യാപിറ്റൽ ലെറ്റർ ഐ മുതൽ സെറ്റ്, ഇതിനകത്ത് ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് പേരിനകത്ത് ഉപയോഗിക്കുന്നതിന് യാതൊരു പ്രശ്നം വരുന്നില്ല. ഇനി അതുപോലെ തന്നെ നമുക്ക് ഡിജിറ്റ്സുകളെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. 0 to 9 ഉള്ള എല്ലാ ഡിജിറ്റുകളും നിങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന പേരിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തത്, അപ്പം നമ്മൾ പറഞ്ഞു ലെറ്റേഴ്സുകളെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു, ഡിജിറ്റ്സ് എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു. ഇനി അടുത്ത ഏതാണ്, സ്പെഷ്യൽ സിമ്പൽ. അതിൽ ഒരു സിമ്പൽ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ആ സിമ്പലിന്റെ പേര് ഇങ്ങനെയാണ്, അണ്ടർസ്കോർ എന്നാണ്. അണ്ടർസ്കോർ എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ A-B എഴുതില്ലേ, അങ്ങനെ തന്നെ A_B, ഇതാണ് അണ്ടർസ്കോർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരേ ഒരു സിമ്പലെ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ആ സിമ്പൽ ഏതാണ്, അണ്ടർസ്കോർ ആണ്. ഇനി അടുത്തത് വൈറ്റ് സ്പേസ്, അത് യൂസ് ചെയ്യാനേ പാടില്ല. ഓക്കെ, അപ്പം നിങ്ങൾ കൊടുക്കുന്ന ഒരു പേരിനകത്ത്, നിങ്ങൾ കൊടുക്കുന്ന പേരിന് എന്താ പറയുക, ഐഡന്റിഫയർ എന്നാണ് പറയുക. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് പറഞ്ഞാൽ, ലൊക്കേഷൻ തിരിച്ചറിയാൻ അല്ലെങ്കിൽ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന പേര് തന്നെ. ഓക്കെ, നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന പേരുകളാണ്. അതുകൊണ്ടാണ് എന്ത് പേര് വന്നിരിക്കുന്നത്, ഐഡന്റിഫയർ എന്നുള്ള പേര് അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ആ പേരുകൾ ലെറ്ററുകളെല്ലാം വരാം, ഡിജിറ്റുകളെല്ലാം വരാം. പിന്നീട് ഒറ്റ സിമ്പൽ മാത്രമേ അലൗഡുള്ളൂ, അതാരാണ്, അണ്ടർസ്കോർ ആണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് ഓർത്ത് വെച്ചേക്കുന്ന രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ആ പേര് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഓക്കെ, സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒന്നുകിൽ ലെറ്ററിൽ, ഒന്നുകിൽ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം, ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, സ്റ്റാർട്ട് വിത്ത് ലെറ്റർ ഓർ അണ്ടർസ്കോർ, ലെറ്റർ ഓർ അണ്ടർസ്കോർ എന്ന് വെച്ചാൽ എന്തിൽ സ്റ്റാർട്ട് ചെയ്യരുത്, ഡിജിറ്റ് അലൗഡ് ആണ്. ലെറ്ററും ഡിജിറ്റും അണ്ടർസ്കോറും അലൗഡ് ആണ്. അതിൽ ഡിജിറ്റിൽ നിന്ന് ആ പേര് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് A1 എന്ന് കൊടുക്കാം, പക്ഷെ എന്ത് കൊടുക്കരുത്, 1A എന്നുള്ള പേരോടെ കൊടുക്കാൻ പാടില്ല. അത്രേ ഉള്ളൂ കാര്യം. A1 അലൗഡ് ആണ്, പക്ഷെ 1A എന്നല്ല അലൗഡ് ആണ്. ഓക്കെ, അതാണ് നമ്മൾ എന്ത് പറഞ്ഞിരിക്കുന്നത്, രണ്ടാമത്തെ റൂൾ പറയുന്നത്. ഇനി മൂന്നാമത്തെ റൂൾ പറയുന്നത്, നമ്മൾ ഒരു കാരണവശാലും ഈ പേരിനകത്ത് സ്പേസ് വരാൻ പാടില്ല. അതാണ് അടുത്ത പോയിന്റ്, ഡു നോട്ട് ഇൻക്ലൂഡ്. ഓക്കെ, വൈറ്റ് സ്പേസ് ഏത് കാറ്റഗറി ആയിക്കോട്ടെ, സ്പേസിന്റെ എന്ത് ഒരു കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യരുത്, യൂസ് ചെയ്യാനായിട്ട് പാടില്ല. 3 പോയിന്റ്സ് ആയി. ഓക്കെ, ആദ്യം എന്തായിരുന്നു പറഞ്ഞത്, ലെറ്റർ, ഡിജിറ്റ്, അണ്ടർസ്കോർ, ഇതിനകത്ത് എല്ലാ കാര്യം ഇതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യേണ്ടത് പക്ഷേ എന്തിലായിരിക്കും, ലെറ്ററിൽ അല്ലെങ്കിൽ അണ്ടർസ്കോർ എന്ന് പറഞ്ഞാൽ ഡിജിറ്റ് സ്റ്റാർട്ട് ചെയ്യരുത്. ഇനി ഒരു കാരണവശാലും ഇതിനകത്ത് എന്ത് യൂസ് ചെയ്യരുത്, വൈറ്റ് സ്പേസസ് ഒന്നും നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, ഇനി നാലാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമുക്ക് ഓൾറെഡി കീവേഡ്സ് ഉണ്ടല്ലോ, അവരിവിടെ കയറി അതേപോലെ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഡു നോട്ട് യൂസ് കീവേഡ് ആസ് ഐഡന്റിഫയർ. കീവേഡിനെ അതുപോലെ എടുത്ത് യൂസ് ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എനിക്കൊരു പേര് കൊടുക്കണം, ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇഫ് എന്ന് കൊടുക്കും. അങ്ങനെ കൊടുക്കും, ഇഫ് എന്ന് കൊടുക്കും. ഇഫിന് ഓൾറെഡി ഒരു മീനിങ് ഇല്ലേ, അല്ലെ? ഇഫ് അതിന് ഓൾറെഡി ഒരു മീനിങ് ഉണ്ട്, ഒരു കാര്യത്തിനുണ്ട് അതിന് യൂസ് ചെയ്യുവാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ആ ഇഫിനെ ഇവിടെ പേര് കൊടുക്കുക, അല്ലെങ്കിൽ ഐഡന്റിഫയർ ആയിട്ട് ഇവിടെ യൂസ് ചെയ്യരുത്. ഇനി നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കണം എന്ന് നിർബന്ധം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ വരുത്തുക. ഫോർ എക്സാമ്പിൾ, ഇഫ് വൺ എന്നോ ഇഫ് എസ് എന്നോ വേണമെങ്കിൽ കൊടുക്കുക, അതിന് പ്രശ്നമില്ല. ആ കീവേഡ് അതുപോലെ എടുത്ത്, ആ 32 എണ്ണം എടുത്ത് ഇവിടെ അതുപോലെ എടുത്ത് യൂസ് ചെയ്ത് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്, ഡു നോട്ട് യൂസ് കീവേഡ് ആസ് ഐഡന്റിഫയർ. ഇനി 5ാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ലെങ്ത് കൊടുക്കാം, പക്ഷേ കൊടുക്കുന്നതിനകത്ത് കീവേഡിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര ക്യാരക്ടേഴ്സ് അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഫസ്റ്റ് 31 മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇതിനകത്ത് കീവേഡായിട്ട് ട്രീറ്റ് ചെയ്യത്തുള്ളൂ, കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പം വേർഡിന്റെ ലെങ്ത്, ആ പേരിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 31 അതിൽ താഴെ ആക്കി നിർത്താൻ ശ്രമിക്കുക. നമുക്ക് അത്രയൊന്നും ആവശ്യം വരത്തില്ല, നമ്മൾ 5-10 ലെറ്റർ മാത്രമേ കൊടുക്കാറുള്ളൂ. പക്ഷെ മാക്സിമം എത്രയാണ്, 31 മാക്സിമം ആണ്. അതിനപ്പുറത്തേക്ക് കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാലും ഈ ഫസ്റ്റ് 31 മാത്രമേ അവൻ കൺസിഡർ ചെയ്യുള്ളൂ. ഇതൊക്കെയാണ് ഐഡന്റിഫയേഴ്സിന്റെ റൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റൂൾ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഐഡന്റിഫയേഴ്സ് റെപ്രസെന്റ് ദ നെയിം ഇൻ സി പ്രോഗ്രാം. ഫോർ എക്സാമ്പിൾ, എന്തിനൊക്കെയുള്ള പേരാണ്, വേരിയബിൾ, ഫംഗ്ഷൻ, അറേ, സ്ട്രക്ചർ, യൂണിറ്റ്, ലേബൽസ്. അപ്പൊ ഇതൊക്കെല്ലാം നമ്മൾ കൊടുക്കുന്ന പേരുകളാണ് എന്താന്ന് പറയാ, ഐഡന്റിഫയർ, തിരിച്ചറിയാൻ നമ്മൾ കൊടുക്കുന്ന പേരാണ്. ഇനി പറഞ്ഞിരിക്കുന്ന റൂൾസ് ഇതാണ്. നമുക്ക് ഇതിനകത്ത് ലെറ്റർ, ഡിജിറ്റ്, അണ്ടർസ്കോർ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. പക്ഷേ മസ്റ്റ് ബിഗിൻ വിത്ത് എ ലെറ്റർ ഓർ അണ്ടർസ്കോർ. അപ്പൊ അത് ലെറ്റർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, ഇതിനകത്ത് ഏത് വേണമെങ്കിലും വരാം. പിന്നീട് അണ്ടർസ്കോറും വരാം സ്റ്റാർട്ടിങ്ങിൽ. ഇനി അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് വരേണ്ടതെന്നുള്ള കാര്യം, ക്യാൻ ബി ഫോളോഡ് ബൈ, സ്റ്റാർട്ട് ചെയ്യേണ്ടതിലാണ് ലെറ്ററിൽ അല്ലെങ്കിൽ അണ്ടർസ്കോറിലാണ്. അത് കഴിഞ്ഞിട്ട് എന്ത് ഫോളോ ചെയ്യണം, ലെറ്റർ, ഡിജിറ്റ് അല്ലെങ്കിൽ അണ്ടർസ്കോർ. ഓക്കെ, ഫസ്റ്റില് ലെറ്റർ അല്ലെങ്കിൽ അണ്ടർസ്കോർ വരാവൂ. അത് കഴിഞ്ഞിട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പം എ കഴിഞ്ഞ് ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വരാം, ലെറ്റർ വരാം, ഡിജിറ്റ് വരാം, അണ്ടർസ്കോർ വരാം, അല്ലെ? അപ്പം ഫസ്റ്റ് പോർഷനിൽ ഓക്കെ ലെറ്റർ അല്ലെങ്കിൽ പിന്നീട് ആരാണ്, അണ്ടർസ്കോർ. ഇതിൽ ആരെങ്കിലും യൂസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ എന്ത് യൂസ് ചെയ്യാൻ പാടുള്ളൂ, ഈ പറയുന്നതൊക്കെ തന്നെ ഡിജിറ്റുകൾ ഫസ്റ്റ് കണ്ടന്റ്, ഫസ്റ്റ് സിമ്പിൾ കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ എന്തിനെ കൊണ്ടുവരാവൂ, ഡിജിറ്റുകളെ കൊണ്ടുവരാൻ പാടുള്ളൂ. ഇനി അടുത്ത പോയിന്റ് പറഞ്ഞിരുന്നത് കനോട്ട് ബി ദ സെയിം ആസ് സി റിസർവ്ഡ് കീവേഡ്സ്. അപ്പം സിയിലുള്ള കീവേഡ്സ് അതുപോലെ തന്നെ ഇവിടെ ഐഡന്റിഫൈ ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്തു. അടുത്തത് പറയുന്നത് കനോട്ട് കണ്ടെയ്ൻ സ്പേസസ് ഓർ സ്പെഷ്യൽ സിമ്പിൾ. നമ്മൾ അത് മാത്രമാണ് അലൗഡ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യരുത്, ഈ പറയുന്ന പേരിനുള്ളിൽ സ്പേസും സ്പെഷ്യൽ സിമ്പിളും ഒരു കാരണവശാലും വരുന്നു. ഇനി അടുത്ത പറഞ്ഞിട്ടുണ്ട്, സി എന്ന് പറയുന്നത് എന്താണ്, കേസ് സെൻസിറ്റീവ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ വാല്യൂ ആൻഡ് വാല്യൂ ആർ ഡിഫറെന്റ്. അതാണ് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. എ ബി സിയും അതിനൊക്കെ തന്നെ ക്യാപിറ്റൽ എ ബി സി അല്ലെങ്കിൽ എ സ്മോൾ ലെറ്റർ ബി സി ഇതൊന്നും എന്തല്ല, സെയിം അല്ല, എല്ലാം എന്താണ്, ഡിഫറെന്റ് ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എ ബി സി എന്ന് നിങ്ങൾക്ക് എഴുതാം. അതേ കണക്ക് തന്നെ ഞാൻ ഒരിടത്ത് എ ബി സി എന്ന് എഴുതി, അടുത്തടുത്ത് താഴോട്ട് വന്നപ്പോൾ ഞാൻ എ ബി സി എഴുതി. ഇത് രണ്ടും എന്താണ്, ഈക്വൽ അല്ല. ഇങ്ങനെ വേണം നിങ്ങൾ കൺസിഡർ ചെയ്യാൻ. അതാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്, കേസ് സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ദ ലെങ്ത് ഓഫ് ദ ഐഡന്റിഫയർ ഷുഡ് നോട്ട് ബി മോർ ദാൻ 31 ക്യാരക്ടേഴ്സ്. 31 കൂടാൻ പാടില്ല. ഓക്കെ, മാക്സിമം ആണ് എന്ത് പറഞ്ഞിരിക്കുന്നത്, 31 ക്യാരക്ടർ. നമ്മൾ അത്രയും കൊടുക്കാറില്ല, അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും ഐഡന്റിഫയേഴ്സിന്റെ റൂൾസ് ആണ്. ഇവിടെ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് രണ്ട് രീതിയിൽ വരാറുണ്ട്. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്കറിയാം ഐഡന്റിഫയേഴ്സിന്റെ റൂൾസ് എന്താണെന്ന് ചോദിച്ചിട്ട് ഒരു 4 സ്റ്റേറ്റ്മെന്റ് വരും. അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം തെറ്റായിരിക്കും. എന്നിട്ട് ചോദിക്കും ഇതിനകത്ത് ഇൻകറക്റ്റ് ഏതാണെന്ന് ചോദിക്കും. ഓക്കെ, അതിനകത്ത് മിക്കവാറും കൊടുക്കുന്ന ഇങ്ങനെ ആയിരിക്കും, മസ്റ്റ് ബിഗിൻ വിത്ത് ലെറ്റർ, ഡിജിറ്റ് ഓർ അണ്ടർസ്കോർ. എന്നിട്ട് ഈ ഒരു ആദ്യത്തെ ഓക്കെ, ഇപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നോക്കാം, റൂൾസ് ഫോർ ഐഡന്റിഫയേഴ്സ് ആൻഡ് വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്. എന്നിട്ടായിരിക്കും ഇങ്ങനെയായിരിക്കും എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ വരുന്നത്, ഇൻകറക്റ്റ്. ഓക്കെ, എന്നിട്ട് ഓപ്ഷൻ എ അല്ലെ സ്റ്റേറ്റ്മെന്റ് 1, അല്ലെങ്കിൽ ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. എന്നിട്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് കൊടുത്തത്, മസ്റ്റ് ബിഗിൻ വിത്ത് എ ലെറ്റർ, കോമ, ഡിജിറ്റ് ഓർ അണ്ടർസ്കോർ. അപ്പൊ നിങ്ങൾ ഏത് ചൂസ് ചെയ്യണം, തെറ്റേതാണെന്ന് ചോദിച്ചിരിക്കുന്നത്, ഓപ്ഷൻ എ ആണ് എന്തെന്ന് തെറ്റ്. അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് അതിനകത്ത് വരാറുണ്ട്. ഓക്കെ, ഇനി അത് കൂടാതെ നമുക്ക് ഏതെങ്കിലും ഒരു ഐഡന്റിഫയർ തന്നിട്ട് അതിനകത്ത് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അതിന്റെ റീസൺ, എന്തുകൊണ്ട് വാലിഡ്, എന്തുകൊണ്ട് ഇൻവാലിഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് ഐഡന്റിഫയറുകൾ പരിചയപ്പെടാം. അപ്പോൾ ആദ്യത്തെ ഐഡന്റിഫയർ ആയിട്ട് കൊടുത്തിരിക്കുന്ന കൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ റൂളുകളും സാറ്റിസ്ഫൈ ചെയ്തോന്ന് ചെക്ക് ചെയ്തോണം.
അപ്പോൾ നമ്മൾ പറയുന്ന റൂൾ എന്തായിരുന്നു? നമ്മൾ കൊടുക്കുന്ന ഒരു ഐഡന്റിഫയറിനകത്ത് ലെറ്റർ, ഡിജിറ്റ്, അണ്ടർസ്കോർ ഇത് മാത്രമേ വരാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം പിന്നീട് ലെറ്ററിലോ അതിനൊക്കെ തന്നെ അണ്ടർസ്കോറിലോ വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പം കൗണ്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ഫോളോ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ലെറ്റേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? ലെറ്റർ തന്നെയാണ്. അതുകൊണ്ട് ഇത് എന്താണ്? ഇതൊരു വാലിഡ് ഐഡന്റിഫയർ ആണ്. ഇനി രണ്ടാമത്തത് അണ്ടർസ്കോർ വാല്യൂ. അപ്പം ഇവിടെ എന്താണ്? നമുക്ക് ലെറ്ററും വരുന്നുണ്ട്, അണ്ടർസ്കോറും വരുന്നുണ്ട് അല്ലെ? ദെൻ അണ്ടർസ്കോറിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, നമുക്ക് അലൗഡ് ആണ്. ഇനി അടുത്തത് ടോട്ടൽ അണ്ടർസ്കോർ മാർക്സ്. ഇവിടെ എന്താണ്? അണ്ടർസ്കോറും അതിനൊക്കെ ലെറ്റേഴ്സ് വരുന്നുള്ളൂ. അണ്ടർസ്കോർ മിഡിൽ വന്നു, അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല, അത് എന്താണ്? വാലിഡ് ആണ്. ഇനി അടുത്ത ഏജ് 2. ഇതിനകത്ത് ലെറ്റർ വരുന്നുണ്ട്, ഡിജിറ്റ് വരുന്നുണ്ട്, പക്ഷേ ഡിജിറ്റിലല്ല സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഇത് എന്താണ്? വാലിഡ് ആണ്. അതേസമയം 2 ഏജ് എന്ന് കൊടുത്തിരുന്നെങ്കിൽ അതെന്തായിരുന്നു? ഇൻവാലിഡ് ആയിരുന്നു. കാര്യം നമുക്ക് ഡിജിറ്റ് അലൗഡ് ആണെങ്കിലും ഫസ്റ്റ് വൺ ആയിട്ട് എന്ത് അലൗഡ് അല്ല? ഡിജിറ്റ് അലൗഡ് അല്ല. ഓക്കെ, അതുകൊണ്ടാണ് 2 ഏജ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതെന്തായിരുന്നു? ഇൻവാലിഡ് ആയിരുന്നു. ഇനി അടുത്തത് മൈ വേരിയബിൾ 1 2 3 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ? ഇതിനകത്ത് ലെറ്ററും അതിനൊക്കെ തന്നെ ഡിജിറ്റുമാണ് വന്നിരിക്കുന്നത്, പക്ഷേ ലെറ്ററിൽ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇത് കറക്റ്റ് ആണ്. ഇനി അടുത്ത എക്സാമ്പിൾ എടുത്തിരിക്കുന്നത് അണ്ടർസ്കോർ സെക്കൻഡ് പ്രൈസ് എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ അണ്ടർസ്കോറിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലെ? ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ലെറ്റർ വരുന്നുണ്ട്, അതിനൊക്കെ തന്നെ എന്താണ്? ഡിജിറ്റ് വരുന്നുണ്ട്, അതിനൊക്കെ തന്നെ എന്താണ്? ഈ പറയുന്നതിനൊക്കെ തന്നെ അണ്ടർസ്കോർ വരുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? അണ്ടർസ്കോറിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രശ്നമില്ല. അതേസമയം ഈ അണ്ടർസ്കോർ ഇല്ലാതെ സെക്കൻഡ് പ്രൈസ് കൊടുക്കുകയാണെങ്കിൽ അതെന്താണ്? റോങ് ആയിട്ട് മാറിയാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നോക്കിയേ, സം അണ്ടർസ്കോർ ഓഫ് അണ്ടർസ്കോർ നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ അവിടെ എന്താണ്? ലെറ്റർ അണ്ടർസ്കോറും തന്നെ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെന്താണ്? അലൗഡ് ആണ്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, എന്തുകൊണ്ടാണ് അണ്ടർസ്കോർ അവർ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ രീതിയിൽ നമുക്ക് ചിലപ്പം നമ്മുടെ വേർഡുകളിനകത്ത് 2 വേർഡുകൾ ഇന്റർ കണക്ട് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റുഡന്റ് മാർക്ക്, ഇങ്ങനെ നമ്മൾ എഴുതാറുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള വേർഡുകൾ നമ്മുടെ പ്രോഗ്രാമിൽ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു അണ്ടർസ്കോർ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പം 2 വേർഡുകളെ തമ്മിൽ കമ്പൈൻ ചെയ്തൊരു വേർഡൊക്കെ കൊണ്ടുവരേണ്ട സിറ്റുവേഷനിലാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? അണ്ടർസ്കോർ യൂസ്. നമ്മൾ സാധാരണ എഴുതുമ്പോൾ ഇങ്ങനെയല്ല എഴുതത്തുള്ളൂ, സ്റ്റുഡന്റ് മാർക്ക് എന്നല്ല എഴുതുക. പക്ഷെ ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഏതൊരു സിമ്പിളിനെ മാത്രം നമ്മൾ സ്പേസ് ഒരു കാരണവശാലും വരരുത്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ആരെ കൊണ്ടുവച്ചിരിക്കുന്നത്? അണ്ടർസ്കോറിനെ കൊണ്ടുവന്നിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി കുറച്ച് നമ്മൾ ഇൻവാലിഡും കാണിക്കാമേ. അപ്പൊ ഇൻവാലിഡ് കാണിക്കുമ്പോൾ നമ്മൾ അതിന്റെ റീസൺസ് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം. അപ്പം ആദ്യത്തത് 2 കൗണ്ട് എന്നാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് ലെറ്ററും ഡിജിറ്റ് വരുന്നുള്ളൂ. ഫസ്റ്റ് റൂൾ ഓക്കെ ആണ്, പക്ഷെ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കളഞ്ഞു? ലെറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഡിജിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് ഇത് എന്താണ്? ഇതൊരു ഇൻവാലിഡ് ഐഡന്റിഫയർ ആണ്. ഓക്കെ, അതേസമയം C2, ഓക്കെ, OUNT ഇതായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് വാലിഡ് ആയിരുന്നു. ഓക്കെ, അപ്പൊ വാലിഡ് ആവുന്നു എന്നുള്ളത് മീനിങ് വെച്ചല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മുടെ റൂൾസ് വെച്ചിട്ട് വേണം നിങ്ങളിത് വാലിഡ് ആണോ അല്ല എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ചിലരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഓക്കെ ഇവര് പറയും C2 കൗണ്ട് ഇത് ഇൻവാലിഡ് ആണെന്നൊക്കെ പറയും. ഇത് വാലിഡ് ആണ്. കാര്യം എന്താണ്? നമ്മൾ പറഞ്ഞിരിക്കുന്ന റൂൾ വെച്ചിട്ടാണെങ്കിൽ നമുക്കൊരു കീ ഐഡന്റിഫയറിനകത്ത് ലെറ്റർ വരാം, അതിനൊക്കെ എന്താണ്? ഡിജിറ്റ് വരാം, അതിനൊക്കെ അടുത്ത എന്തായിരുന്നു? അണ്ടർസ്കോറും വരാം അല്ലെ? ഇത് 3 അലൗഡ് ആണ്. പക്ഷെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നുകിൽ ലെറ്ററിൽ അല്ലെങ്കിൽ എന്താണ്? അണ്ടർസ്കോറിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിപ്പം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? റൂൾസ് എല്ലാം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നു. അതേസമയം 2 കൗണ്ട് ആണെങ്കിൽ ഫസ്റ്റ് റൂള് ഇതിനകത്ത് ലെറ്റർ, ഡിജിറ്റ്, അണ്ടർസ്കോർ ഒക്കെ വരുന്നുള്ളൂ, പക്ഷേ ഡിജിറ്റൽ കയറി സ്റ്റാർട്ട് ചെയ്തു, അതാണ് പ്രശ്നം. ഇനി രണ്ടാമത്തത് ഫ്ലോട്ട്. ഫ്ലോട്ട് എന്ന് പറഞ്ഞൊരു കീവേഡാണ്. അത് അതുപോലെ യൂസ് ചെയ്യുന്നത് കാരണം ഇതെന്തല്ല? ഇതൊരു വാലിഡ് ഐഡന്റിഫയർ അല്ല. കാര്യം ഇത് ഓൾറെഡി റിസർവ്ഡ് ആണ് ഫ്ലോട്ട് എന്ന് പറഞ്ഞ വേർഡ്. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യണം. ഫ്ലോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾ പേര് കൊടുക്കണമെങ്കിൽ നിങ്ങളൊരു S എന്നോ ഒരു P എന്നോ അല്ലെങ്കിൽ 1 എന്നോ 2 എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുവാണെങ്കിൽ ഇത് എന്തായിട്ട് മാറും? വാലിഡ് ആയിട്ട് മാറും. ഫ്ലോട്ട് അതുപോലെ യൂസ് ചെയ്തെന്ന് മാത്രമേ നമ്മുടെ റൂൾ പറയുന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് മാർക്സ് പെർസെൻറ്റേജ്. അപ്പൊ ഇവിടെ ആദ്യത്തെ 5 എന്താണ്? ലെറ്ററുകൾ തന്നെ, പക്ഷേ ഈ പെർസെൻറ്റേജ് നമുക്ക് ഒറ്റ ഒരു ക്യാരക്ടർ മാത്രമാണ് അലൗഡ് അല്ലെ? ഒറ്റ ഒരു സിമ്പിൾ മാത്രമാണ് അലൗഡ്. അതാരായിരുന്നു? അണ്ടർസ്കോർ മാത്രമാണ്. അല്ലാതെ എന്ത് കണ്ടു കഴിഞ്ഞാൽ അത് ഇൻവാലിഡ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ റീസൺ ഇതാണ്, കണ്ടെയ്ൻ പെർസെൻറ്റേജ് വിച്ച് ഇസ് എ സ്പെഷ്യൽ ക്യാരക്ടർ, അത് അലൗഡ് അല്ല. ഇനി അടുത്തത് ടോട്ടൽ സ്പേസ് മാർക്സ്. ഓക്കെ, ഇവിടെ ലെറ്ററുകളും അത് കൂടാതെ സ്പേസ് വന്നു. സ്പേസ് വന്നാൽ അത് എന്താണ്? ഇൻവാലിഡ് ആണ്. സ്പേസ് വരാൻ പാടില്ല വേർഡ് ഐഡന്റിഫയറിൽ അല്ലെ? ഐഡന്റിഫയറിന്റെ ഇടയ്ക്ക് എന്ത് വരരുത്? സ്പേസ് വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എന്താണ്? ടോട്ടൽ ഇത് വാലിഡ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് എന്തുകൂടെ കൊടുക്കുക? ഒരു അണ്ടർസ്കോറിന് കൊടുത്താൽ അത് വാലിഡ് ആവും. ഒരു അണ്ടർസ്കോർ ഇല്ലാത്തതുകൊണ്ട് അത് എന്താണ്? ഇൻവാലിഡ് ആണ്. ഒരു സ്പേസ് വരാൻ പാടില്ല. ഇനി അടുത്ത നോക്കി നിങ്ങൾ @ വാല്യൂ. അപ്പൊ ഇവിടെ എന്താണ്? @ എന്ന് പറഞ്ഞൊരു സിമ്പിൾ കയറി വന്നു, അതുകൊണ്ട് ഇത് എന്തല്ല? വാലിഡ് അല്ല. ഇനി അടുത്ത മെയിൻ. ഓക്കെ, ഓപ്പണിംഗ് ബ്രാക്കറ്റ്, ക്ലോസിംഗ് ബ്രാക്കറ്റ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ മെയിൻ മാത്രമാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു, പക്ഷേ ഇതിന്റെ കൂടെ എന്തുകൂടെ വന്നിട്ടുണ്ട്? ഓപ്പണിംഗ് ബ്രാക്കറ്റ്, ക്ലോസിംഗ് ബ്രാക്കറ്റ്
വന്നിട്ടുണ്ട് അല്ലേ? അത് സിമ്പിൾസ് ആണ്. അപ്പൊ അതുകൊണ്ട് അതെന്തല്ല, വാലിഡ് അല്ല, അത് ഇൻവാലിഡ് ആണ്. ഇനി അടുത്ത റിട്ടേൺ. റിട്ടേൺ ഒരു കീവേഡ് ആണ്. ഓക്കെ, അത് മുന്നോട്ട് പോകുമ്പോൾ കാണാം. അപ്പം കീവേഡ് ആയതുകൊണ്ട് ഇത് എന്താണ്, ഇൻവാലിഡ് ആണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം ഐഡന്റിഫൈസ് നമ്മൾ റൂൾസ് അറിഞ്ഞിരിക്കണം. നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് വാലിഡ് ഏത്, ഇൻവാലിഡ് ഏത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ രീതിയിൽ നമുക്കോട് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ കൂടെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് കോൺസ്റ്റൻസ് എന്ന് പറയും. ഓക്കെ, കോൺസ്റ്റൻസ് ഇവിടെ നോക്കിയിട്ട് നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഇപ്പൊ ഞാൻ ഇങ്ങനെ എഴുതി എ ഈക്വൽ ടു ബി ഇൻറ്റു ഓക്കെ ബി ഇൻറ്റു എച്ച് ബൈ ടു. അപ്പൊ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ബിക്ക് ഒരു വാല്യൂ കൊടുക്കുന്നു 3, എച്ചിന് ഒരു വാല്യൂ കൊടുക്കുന്നു 2. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ എത്ര ആയിരിക്കും വരിക, 3 × 2 6/2 എന്ന് പറയുമ്പോൾ എത്ര വരും, 3. ഇനി ബിക്ക് ഞാൻ 5 കൊടുത്തു, എച്ചിന് ഞാൻ 8 കൊടുത്തു. അപ്പൊ എയുടെ വാല്യൂ എത്ര വരും, 5 × 8 40/2 എന്ന് പറയുമ്പോൾ എത്ര നമുക്ക് വരുന്നത്, 20. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, ബിക്ക് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം, എച്ചിന് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം അല്ലെ, എപ്പോഴും സെയിം വാല്യൂ അല്ല. അപ്പൊ അവർ മാറുന്നതനുസരിച്ച് ആരും മാറും, എയും മാറും. പക്ഷേ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഈ 2 എന്ന് പറയുന്ന വാല്യൂ എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല അല്ലെ. അപ്പം വാല്യൂ ചേഞ്ച് ചെയ്യാത്തതിനെ നമ്മൾ പറയുന്ന പേരാണെന്ന് പറയും കോൺസ്റ്റന്റ് എന്ന് പറയും. വാല്യൂ ചേഞ്ച് ചെയ്യാത്തതിനെ നമ്മൾ പറയുന്ന പേരാണ് കോൺസ്റ്റന്റ് എന്ന് പറയും. ഇനി എയും ബിയും എച്ചും ഇവർ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ അവരെ നമ്മൾ പറയുന്ന പേരാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്, നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, അപ്പൊ കോൺസ്റ്റൻസ് എന്തായിരുന്നു, ദോസ് വാല്യൂ ഡു നോട്ട് ചേഞ്ച് ഇൻ എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൽ വാല്യൂ ചേഞ്ച് ചെയ്യാത്തതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, വാല്യൂ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുക, വേരിയബിൾസ് എന്ന് പറയും. ഓർത്ത് വെച്ചേക്കാം, വാല്യൂ ചേഞ്ച് ചെയ്യാത്തതിനെ നമ്മൾ കോൺസ്റ്റന്റ് എന്നും വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിന് നമ്മൾ എന്തെന്ന് പറയും, ഈ പറയുന്ന തന്നെ വേരിയബിൾസ് എന്നായിരിക്കും പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കോൺസ്റ്റന്റിന്റെ ഡീറ്റെയിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ കോൺസ്റ്റന്റ്സിനെ നമ്മൾ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. കോൺസ്റ്റന്റ്സിനെ നമ്മൾ മെയിൻലി ക്ലാസിഫൈ ചെയ്യുന്ന 2 രീതിയിലാണ്. ഒന്ന്, നമുക്ക് നമ്പർ അല്ലെങ്കിൽ ന്യൂമറിക്കൽ കോൺസ്റ്റന്റ്സ് എന്ന് പറയും, ന്യൂമറിക്കൽ അല്ലെങ്കിൽ നമ്പർ കോൺസ്റ്റന്റ്സ്. ഓക്കെ, രണ്ടാമത്തെ കാറ്റഗറിയാണ് ക്യാരക്ടർ കോൺസ്റ്റന്റ്സ്. ഓക്കെ, ഇനി ന്യൂമറിക്കൽ നമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മെയിൻലി 2 ടൈപ്പിലാണ് നമ്പർ വരുന്നത്. ഒന്ന്, അത് ഫ്രാക്ഷന്റെ ബേസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്, ഫ്രാക്ഷന്റെ ബേസിൽ. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ പറയുന്ന തന്നെ ഫ്രാക്ഷൻ ഇല്ലാത്തത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 7 അല്ലെങ്കിൽ -6, ഇതിനകത്തൊന്നും പോയിന്റ് പാർട്ടുകൾ വരുന്നില്ല അല്ലേ. അപ്പം പോയിന്റ് പാർട്ടിനെയാണ് നമ്മൾ ഫ്രാക്ഷൻ എന്ന് പറയാം. ഫ്രാക്ഷൻ ഇല്ലാത്തത് അവരെ നമ്മൾ പറയുന്ന പേരാണ് ഇൻറ്റിജർ കോൺസ്റ്റൻസ് എന്ന് പറയും, ഫ്രാക്ഷൻ ഇല്ലാത്തവർ. ഇനി ഫ്രാക്ഷൻ ഉള്ള ആൾക്കാരെ നമ്മൾ പറയുന്ന പേരാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ റിയൽ കോൺസ്റ്റൻസ് എന്ന് പറയും. ഫ്ലോട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ മറ്റൊരു പേരെന്താണ്, റിയൽ. ഓക്കെ, അപ്പൊ നമ്പേഴ്സിനെ നമ്മൾ 2 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുവാണ്, ന്യൂമറിക്കലും ഇന്റിജർ കോൺസ്റ്റൻസും, അതിനൊക്കെ എന്താണ് ഫ്ലോട്ടിംഗ് പോയിന്റ്. അപ്പൊ ഇന്റിജറിന് എക്സാമ്പിൾ ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം, 7 -6 ഇതെല്ലാം ഇന്റിജറിന് എക്സാമ്പിൾ ആണ് അല്ലെ, അല്ലെങ്കിൽ 138 ഇതെല്ലാം ഇന്റിജർ ആണ്. ഫ്ലോട്ടിംഗ് പോയിന്റ് എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് 3.14 -6.28 അല്ലെ, ഇതെല്ലാം എന്താണ് ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ക്യാരക്ടർ കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്യാരക്ടർ സെറ്റുകൾ നമ്മൾ പഠിച്ചല്ലോ, ഏതൊക്കെയായിരുന്നു അതിനകത്ത് വരുന്നത്. ഒന്ന്, ലെറ്റേഴ്സ് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അതുകണക്ക് അടുത്ത ഏതായിരുന്നു, ഡിജിറ്റ്സ് വരുന്നുണ്ടായിരുന്നു. ദെൻ സ്പെഷ്യൽ സിമ്പിൾസ് വരുന്നുണ്ടായിരുന്നു, വൈറ്റ് സ്പേസസ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇവരെ നമുക്ക് കോൺസ്റ്റന്റുകളാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് തന്നെ നമുക്ക് 2 കാറ്റഗറിയാണ് മെയിൻലി വരുന്നത്. ഒന്ന്, ഒരു ക്യാരക്ടർ എടുത്ത് കോൺസ്റ്റന്റ് ആക്കുവാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റന്റ് എന്ന് പറയും, സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റന്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ക്യാരക്ടർ, ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന ക്യാരക്ടറിനെ എടുത്തു നോക്കുക, അത് ഞാൻ സിംഗിൾ കോഡ്സിൽ ആഡ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റന്റ് പ്രത്യേകത എന്താണ്, എന്തിനകത്ത് നിങ്ങൾ അതിനെ ഇൻക്ലൂഡ് ചെയ്യണം, ഒരു ക്യാരക്ടർ വരാൻ പാടുള്ളൂ, ഓൺലി 1 ക്യാരക്ടർ, അത് ഏതും ആകാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ എന്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം, എവിടെ ഇൻക്ലൂഡ് ചെയ്യണം, സിംഗിൾ കോഡ്സിൽ വേണം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട്. ഓക്കെ, എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത് എ 1. അപ്പൊ നോക്കിയേ, 1ഉം ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുക, വണ്ണും കണ്ടു കഴിഞ്ഞാൽ എന്താ ഉള്ള വ്യത്യാസം, 2 കോൺസ്റ്റൻസ് ആണ്. അപ്പം ഈ 1നെ നമ്മൾ പറയുന്ന ഒരു ന്യൂമറിക്കൽ കോൺസ്റ്റന്റ് എന്ന് പറയും, ഈ 1നെ നമ്മൾ പറയുന്നത് എന്തായിരിക്കും, ക്യാരക്ടർ കോൺസ്റ്റന്റ് എന്നായിരിക്കും പറയാം. ഓർത്ത് വെച്ചേക്ക്. അപ്പം അതിന് തന്നെ നമുക്ക് അടുത്ത് എന്താണ്, ഞാൻ സിംഗിൾ കോഡ്സിനുള്ള ഒരു സ്പേസ് അങ്ങ് കൊടുത്തു. സ്പേസ് നമുക്ക് ക്യാരക്ടർ അല്ലേ, അപ്പോൾ അതിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് സ്ട്രിംഗ് ക്യാരക്ടർ കോൺസ്റ്റന്റ്, സ്ട്രിംഗ് ക്യാരക്ടർ. അപ്പൊ സ്ട്രിംഗ് എന്ന് കേട്ട് കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത ഇതാണ്, എന്താണ്, അതൊരു വേർഡ് ആയിരിക്കും വരുന്നത്.
ഓക്കെ, അപ്പം അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡബിൾ കോട്ട്സിൽ വേണം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട്. ഡബിൾ കോട്ട്സ്. ഓക്കെ, അതിനകത്ത് എന്താണ് വൺ ഓർ മോർ ക്യാരക്ടേഴ്സ് ആണ്. വൺ ഓർ മോർ ക്യാരക്ടേഴ്സ് എവിടെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ഈ പറയുന്ന ഡബിൾ കോഡ്സിൽ വേണം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട്. അതിനാണ് നമ്മൾ എന്താ പറയുക, സ്ട്രിംഗ് ക്യാരക്ടർ കോഡ്സ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ABC. ഓക്കെ, അപ്പോൾ നോക്കിയേ, നമ്മൾ ആ ഡിഫറൻസ് ഒന്ന് നോക്കണേ. ഞാനിവിടെ നമ്മുടെ പ്രോഗ്രാമിൽ വെറുതെ ABC കണ്ടു, ഡബിൾ കോഡ്സിൽ ABC കണ്ടു. തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ വെറുതെ ABC കണ്ടു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും? ഇതൊരു ഐഡന്റിഫയർ ആയിട്ട് കൺസിഡർ ചെയ്യും. അതേസമയം ഡബിൾ കോഡ്സിൽ കണ്ടു കഴിഞ്ഞാൽ ഇതെന്താണ്? ഇതൊരു സ്ട്രിംഗ് ക്യാരക്ടർ കോൺസ്റ്റന്റ് ആയിട്ട് വേണം നമ്മൾ അതിനെ കൺസിഡർ ചെയ്യാനായിട്ട്. അപ്പൊ രണ്ട് ടൈപ്പിലാണ് നമുക്ക് ക്യാരക്ടർ കോൺസ്റ്റൻസ് വരുന്നത്. ഒന്ന് സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റന്റും അടുത്ത ഏതാണ് നമുക്ക് വരുന്നത്? സ്ട്രിംഗ് ക്യാരക്ടർ കോൺസ്റ്റന്റ് ആയിരിക്കുന്നുണ്ട്. അപ്പൊ സ്ട്രിംഗ് ആകുമ്പോൾ ഡബിൾ കോഡ്സിലും, സിംഗിൾ ആകുമ്പോൾ സിംഗിൾ കോഡ്സിലും. അപ്പോൾ സിംഗിൾ ആണെങ്കിൽ അതിനകത്ത് ഒറ്റ ക്യാരക്ടർ മാത്രമായിരിക്കും വരേണ്ടത്. സ്ട്രിംഗ് ആകുമ്പോൾ അതിനകത്ത് മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് വരാം. ഇനി ന്യൂമറിക്കൽ ആണെങ്കിൽ അതിനകത്ത് തന്നെ നമുക്ക് രണ്ട് ടൈപ്പ് വരുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു വരുന്നത്? ഈ പറയുന്ന തന്നെ ഇൻഡിജർ വരുന്നുണ്ട്, ഫ്ലോട്ടിംഗ് പോയിന്റ് വരുന്നുണ്ട്. അപ്പൊ ഇൻഡിജർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് ഫ്രാക്ഷൻ കാണത്തില്ല. ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്ത് വരും? ഫ്രാക്ഷൻ നമുക്ക് വരും. ഇനി ഇൻഡിജർ തന്നെ പിന്നീട് നമ്മൾ പിന്നെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് നമുക്ക് ഡെസിമൽ വരാം. ഓക്കെ, അതിനകത്ത് തന്നെ ഹെക്സാ ഡെസിമൽ വരാം, അതിനകത്ത് തന്നെ ഒക്ടൽ വരാം, അതുപോലെ തന്നെ നമുക്ക് എന്താണ് ബൈനറിയും വരാം. ഓക്കെ, അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ഇത്ര ഓർത്ത് വെച്ചേക്കാം. ക്യാരക്ടേഴ്സിനെ മെയിൻലി, കോൺസ്റ്റൻസിനെ മെയിൻലി രണ്ടായിട്ട് ക്ലാസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ന്യൂമറിക്കലും അടുത്തേതാണ് ക്യാരക്ടറും. അപ്പൊ ഇതിന്റെ എല്ലാം പ്രത്യേകത എല്ലാം ഫിക്സഡ് വാല്യൂസ് ആണ്. ഓക്കെ, അപ്പം ന്യൂമറിക്കലിനകത്ത് തന്നെ രണ്ട് കാറ്റഗറി, ഫ്രാക്ഷന്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫ്രാക്ഷൻ ഉള്ളത്, ഫ്രാക്ഷൻ ഇല്ലാത്തത്. ഫ്രാക്ഷൻ ഉള്ളതിനെ നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ റിയൽ കോൺസ്റ്റൻസ് എന്ന് പറയും. ഫ്രാക്ഷൻ ഇല്ലാത്തതിനെ പറയുന്നവര് ഇൻഡിജർ കോൺസ്റ്റന്റ് എന്നായിരിക്കും പറയും. ഓക്കെ, എക്സാമ്പിൾസ് നിങ്ങൾ കണ്ടു. അത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. ദെൻ ക്യാരക്ടർ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്, അത് നമ്മുടെ ക്യാരക്ടർ സെറ്റിലുള്ള ആര് വേണമെങ്കിലും വരാം. അതിൽ ഒരു ക്യാരക്ടർ എടുത്ത് കോൺസ്റ്റന്റ് ആക്കുകയാണെങ്കിൽ അതിനെ പറഞ്ഞ പേര് സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റന്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഓൺലി വൺ ക്യാരക്ടർ ആയിരിക്കും വരുന്നത്. ഇൻക്ലൂഡ് ചെയ്യേണ്ട എന്തിലാണ്? സിംഗിൾ കോഡ്സിലായിരിക്കും വരുന്നത്. ഇനി മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് വരുവാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേര് സ്ട്രിംഗ് ക്യാരക്ടർ കോൺസ്റ്റന്റ് ആയിരിക്കും പറയുന്നത്. അത് വരേണ്ടത് എവിടെയാണ്? ഡബിൾ കോഡ്സിലായിരിക്കണം വരേണ്ടത്. ഒന്നോ അതിൽ കൂടുതലോ ക്യാരക്ടർ നമുക്ക് വരാം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ കോൺസ്റ്റന്റിനകത്ത് ന്യൂമറിക്കൽ പറഞ്ഞില്ലേ? അപ്പൊ ന്യൂമറിക്കലിനകത്ത് ഓക്കെ നമുക്ക് രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ ഏതാണ്? ഇൻഡിജറും അല്ലേ? അടുത്ത ഏതായിരുന്നു? നമുക്ക് റിയൽ, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് ഓർത്ത് വെച്ചേക്കേണ്ടത്, ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് നമ്മൾ പറയും. അപ്പൊ ഇൻഡിജർ എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്രാക്ഷൻ ഇല്ലാത്തതിനെ പിന്നെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസിമൽ, നമ്മൾ ഡെസിമൽ നമ്പർ പഠിച്ചിട്ടില്ലേ? 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് വെച്ചുണ്ടാകുന്നു ഇതൊക്കെ. ഇനി അടുത്തത് ഹെക്സാ ഡെസിമൽ. അപ്പൊ അത് നമുക്ക് 0 മുതൽ എന്താണ് 9 വരെയുള്ള നമ്പേഴ്സും പിന്നെ A മുതൽ F വരെയുള്ള ലെറ്റേഴ്സും അതിനകത്ത് വരും. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒക്ടല്, അപ്പൊ 0 മുതൽ 7 വരെയുള്ള നമ്പേഴ്സ് ആയിരിക്കും അതിനകത്ത് വരുന്നത്. ഇനി അടുത്തത് ബൈനറി. ഓക്കെ, ബൈനറി ആകുമ്പോൾ നമുക്ക് വരുന്നത് 0 മുതൽ 0 1 മാത്രമേ വരും. തിരിച്ചറിയാൻ എളുപ്പമാർഗമുണ്ട്. ഡെസിമൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1-ൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്തത്. 0 സ്റ്റാർട്ട് ചെയ്തില്ല, 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇനി ഒക്ടൽ ആണെങ്കിൽ 0 സ്റ്റാർട്ട് ചെയ്യണം. നമ്പർ 0, ഒരു നമ്പർ തന്നിട്ട് ഇപ്പൊ 0 7 2 ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡെസിമൽ നമ്പർ അല്ല, പകരം എന്ത് നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യണം? ഒക്ടൽ നമ്പർ ആയിട്ട് വേണം കൺസിഡർ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി അതേസമയം 72 എന്ന് മാത്രമേ ഉള്ളെങ്കിൽ ഇത് എന്താണ്? ഡെസിമൽ ആണ്. അപ്പം ഒക്ടൽ നമ്പർ 0 എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡെസിമൽ നമ്പർ എന്താണ്? 1 മുതൽ 9 വരെയുള്ള ഏതെങ്കിലും നമ്പർ ആയിരിക്കും. ഇനി ഇതിനിടയ്ക്ക് 0 വരുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഇനി ഹെക്സാഡെസിമൽ ആണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് 0x എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം 0x72 എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് എന്ത് നമ്പറാണെന്ന് അസൈൻ ചെയ്തോണം? ഇത് ഹെക്സാഡെസിമൽ ആണ്. 72 എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഡെസിമലും, 072 എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒക്ടലായിട്ട്, 0x72 എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യണം? എന്താണ്? ഹെക്സാഡെസിമൽ ആയിട്ട് കൺസിഡർ ചെയ്യാം. ബൈനറി ആണെങ്കിൽ നമ്മൾ 0B എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് അതിനകത്ത് 0s ഉം 1s ഉം മാത്രമായിരിക്കും വരുന്നത്. ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 0 1 1 0 അങ്ങനെയൊക്കെ ആയിരിക്കും ബൈനറിക്കകത്ത് വരുന്നത്. ഓക്കെ, ഇനി ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്താണ് ഈ പറയുന്നത് തന്നെ നമുക്ക് അതിനകത്ത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നത് എന്തായിരുന്നു? പോയിന്റ് ഫ്രാക്ഷൻ പാർട്ട് അതിനകത്ത് കാണും. അപ്പൊ അത് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 12.67. ഓക്കെ, ഇത് നോർമൽ റെപ്രസെന്റേഷൻ ആണ്. ഇത് കൂടാതെ എക്സ്പോണന്റ് റെപ്രസെന്റേഷൻ നമുക്ക് വരുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 12.67 നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 1.267 ഇൻറ്റു 10⁻1 എന്ന് കൊടുക്കാമല്ലോ. 10നെ നിങ്ങൾ ഈ എക്സ്പോണന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിനെ എങ്ങനെ വേണമെങ്കിലും എഴുതാം. 1.267 ഈ 1 എന്ന് എഴുതാം.
ഓക്കെ, അതിനെ നമ്മൾ പറയുന്നവരാണ് എക്സ്പോണന്റ് റെപ്രസെന്റേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത് രണ്ടും നമ്മുടെ റെപ്രസെന്റേഷൻസ് ആണ്, ഓർത്ത് വെച്ചാൽ മാത്രം മതി, അതിന് ക്വസ്റ്റ്യൻ ഒന്നും വരില്ല. ഓക്കെ, ഇവിടെ കോൺസ്റ്റൻസ് ഉണ്ടാകുന്ന പറഞ്ഞു. കോൺസ്റ്റൻസ് ആർ ഫിക്സഡ് വാല്യൂ ദാറ്റ് ഡു നോട്ട് ചേഞ്ച് ഡ്യൂറിംഗ് ദ എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. ദെൻ നമുക്ക് രണ്ട് കാറ്റഗറിയാണ് നോർമലി വരുന്നത്. ഒന്ന് ന്യൂമറിക്കൽ, അടുത്ത ഏതാണ് ക്യാരക്ടറും. ന്യൂമറിക്കൽ വരുന്നത് ഇൻഡിജർ, ഫ്ലോട്ടിംഗ് പോയിന്റ്, അതിനകത്ത് രണ്ട് റെപ്രസെന്റേഷൻ നമുക്ക് വരുന്നുണ്ട്. ദെൻ ഹെക്സാഡെസിമൽ, ഒക്ടൽ, ബൈനറി. ദെൻ ക്യാരക്ടർ കോൺസ്റ്റന്റിനകത്ത് നമുക്ക് വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ വരുന്നുണ്ട്, സ്ട്രിംഗ് വരുന്നുണ്ട്. പിന്നീട് ഒരെണ്ണം വരുന്നതാണ് ബാക്ക് സ്ലാഷ് കോൺസ്റ്റന്റ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ കൊടുക്കുകയാണ് A=5, B=6. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ കൊടുത്തു പ്രിന്റ് എ, പ്രിന്റ് ബി എന്ന് കൊടുത്തു. അപ്പൊ എനിക്ക് ഔട്ട്പുട്ട് വരുന്നത് 5 കഴിഞ്ഞ് ഒരു സ്പേസ് കഴിഞ്ഞ് 6 വരും. എനിക്ക് അങ്ങനെയല്ല വരേണ്ടത്. 5 കഴിഞ്ഞ് അടുത്ത ലൈനിൽ 6 വന്നതാണ്. അപ്പൊ ഞാൻ എങ്ങനെ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിന്റ് എ എന്ന് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ഡബിൾ കോട്സിനുള്ളിൽ സ്ലാഷ് എന്ന് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കുക, പ്രിന്റ് ബി. അപ്പൊ ഈ സ്ലാഷ്, ഓക്കെ, അപ്പൊ അതിനൊരു സെപ്പറേറ്റ് മീനിങ് ആണ്. അങ്ങനെയുള്ളതിനെ നമ്മൾ പറയുന്ന പേരാണെന്ന് പറയുന്നത് ബാക്ക് സ്ലാഷ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ എസ്കേപ്പ് സീക്വൻസ് എന്ന് പറയും. അപ്പൊ അത് ഔട്ട്പുട്ടിനെ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഔട്ട്പുട്ട് ഫോർമാറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ക്യാരക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇത്രയും ബേസിക് കാര്യങ്ങളാണ് പറഞ്ഞതല്ല. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസറുകൾ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടുക. നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് വരാറുണ്ട്. ഓപ്ഷൻസ് ഉണ്ട്, ഓപ്ഷൻസ് നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഏതാണ് കറക്റ്റ് എന്നുള്ളത്. ആൻസർ കിട്ടുന്നവർ ചാറ്റ് ബോക്സിലേക്ക് ഇടണേ. ആൻസർ വന്നിട്ടുണ്ട്, ഓപ്ഷൻ സി. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണെന്ന്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വാലിഡ് ഐഡന്റിഫയർ. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷൻ എ നോക്കാം. ഓപ്ഷൻ എയുടെ പ്രത്യേകത എന്താണ്? ഇതിനകത്ത് ഡിജിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? എന്താണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? സ്റ്റാർട്ട് വിത്ത് ഡിജിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, തെറ്റാണ് അല്ലെ? ഡിജിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. രണ്ടാമത് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റ് എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. കീവേഡ് അതുപോലെ നമ്മൾ യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല, അതുകൊണ്ട് അത് റോങ് ആണ്. ഇനി ഓപ്ഷൻ സി നോക്കുവാണെങ്കിൽ അതിനകത്ത് നമുക്ക് വന്നിരിക്കുന്നത് ലെറ്റർ അല്ലെ, ഡിജിറ്റ് അണ്ടർസ്കോറിൽ സ്റ്റാർട്ട് ചെയ്തു, അതുകൊണ്ട് ഇത് എന്താണ്, ഇത് വാലിഡ് ആണ്. ഓപ്ഷൻ ഡി, അപ്പൊ ഇത് ഓക്കെ ആണ്. ഓപ്ഷൻ ഡിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഫൺ ആണ് വന്നിരിക്കുന്നത് അല്ലെ, അപ്പൊ അതുകൊണ്ട് എന്താണ്, റോങ് ആണ് അല്ലെ, ഹൈഫൺ യൂസ് ചെയ്തു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് റോങ് ആണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എല്ലാവരും കറക്റ്റ് ആൻസർ ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി, കോൺസ്റ്റന്റ് അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോ മനസ്സിലായെന്ന് വെച്ചിട്ട് പറഞ്ഞു. ഇതിൽ നിങ്ങൾ കുറെ എണ്ണം കണ്ടിട്ടുണ്ട്. ഓപ്ഷൻ എ പറയുന്നത് 123, ഓപ്ഷൻ ബി പറയുന്നത് സിംഗിൾ കോഡ്സിൽ എ, ഓപ്ഷൻ ബി പറയുന്നത് ഡബിൾ കോഡ്സിൽ ഹലോ, ഓപ്ഷൻ ഡി പറയുന്നത് 12.3.4. ഒരാളുടെ ആൻസർ വന്നു ഓപ്ഷൻ ഡി. ബാക്കി ആരുടെ ആൻസർ വരുന്നില്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു 123. ഇതെന്താണ്, ഇതൊരു ഇൻഡിജർ കോൺസ്റ്റന്റ് ആണ് അല്ലെ. ഇനി സിംഗിൾ കോഡ്സിലെ ഏത് ക്യാരക്ടറാണ്, ഏത് കാറ്റഗറിയാണ്? സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ കാറ്റഗറിയാണ് അല്ലെ, സിംഗിൾ കോഡ്സിലാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത് എന്താണ്, ഹലോ, അതെന്താണ്, സ്ട്രിംഗ് ക്യാരക്ടർ കോൺസ്റ്റന്റ്. ഇത് ഇത്ര നമ്മൾ കണ്ടേ. അതേസമയം ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്, 12.3.4. ഇതൊന്നും വാലിഡ് ആയിട്ടുള്ള ഒരു നമ്പർ അല്ല. 12.3 ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഓക്കെ ആണ്, പക്ഷെ ഇതെന്താണ്, റോങ്. ഓക്കെ, ദെൻ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഏതാണ് ഇൻവാലിഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പറയുന്നത് VAR_നെയിം, ഓപ്ഷൻ ബി പറയുന്നത് main1, ഓപ്ഷൻ സി പറയുന്നത് ഫ്ലോട്ട്, ഓപ്ഷൻ ഡി പറയുന്നത് _123.
ഓക്കെ, അവരുടെയൊക്കെ ഓപ്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു, 2 പേരും 3 പേരും. ഓക്കെ ഓക്കെ, നമുക്ക് ഈ ഫ്ലോട്ട് എന്ന് ഇത് സ്മോൾ ലെറ്റർ ആയിരുന്നേ, ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ അങ്ങനെ വന്നു പോയതാണ്. ഓക്കെ, എല്ലാം സ്മോൾ ലെറ്റർ ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അപ്പം ഫ്ലോട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു കീവേഡ് ആണ് അല്ലേ? കീവേഡ് അതുപോലെ എടുത്ത് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ നമുക്കില്ല. ബാക്കിയുള്ളത് നോക്കിയാൽ ആദ്യം. അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇത് വാലിഡ് അല്ല, അത് ആൻസർ ആണ്. അവർ ചോദിച്ചിരിക്കുന്നത് ഇൻവാലിഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തിനകത്ത് എന്താണ്? ലെറ്ററും അണ്ടർസ്കോർ മാത്രമേ വരുന്നുള്ളൂ, അത് ഓക്കെയാണ് അല്ലേ? അത് ഇതിനകത്ത് അണ്ടർസ്കോറിൽ സ്റ്റാർട്ട് ചെയ്താലും പ്രശ്നമില്ല. അടുത്തതിനകത്ത് മെയിൻ വൺ, അതിനകത്ത് നമുക്ക് ലെറ്ററും ഡിജിറ്റ് മാത്രമേ വരുന്നുള്ളൂ, അത് ഓക്കെയാണ്. ഇനി അടുത്ത അവസാനത്തിനകത്ത് ലെറ്ററും ഡിജിറ്റ് അണ്ടർസ്കോറും വരുന്നുണ്ട്, പക്ഷേ അണ്ടർസ്കോറിൽ കയറി സ്റ്റാർട്ട് ചെയ്തു, അതുകൊണ്ട് അതും കറക്റ്റ് ആണ്. അതേസമയം ഇത് 1_23 BC ആയിരുന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയി ലാസ്റ്റ്. പക്ഷെ അവിടെ അത് അണ്ടർസ്കോർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എന്താണ്? കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അത് ഫ്ലോട്ട് ഒരു കീവേഡ് ആണ്, അത് അതുപോലെ യൂസ് ചെയ്യാനുള്ള പെർമിഷൻ നമുക്കില്ല, അതുകൊണ്ട് അത് എന്താണ്? റോങ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് നമുക്ക് ബേസിക്കലി ഐഡന്റിഫയർ കീവേഡ്. അപ്പൊ ആ ഒരു ഏരിയയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യണം. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് കിട്ടും നമുക്ക്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഒന്ന് ചാറ്റ് ബോക്സിൽ റിപ്ലൈ ഇടണേ. ക്ലിയർ ആണോ എല്ലാം? കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ത്രൂ സാർ വഴി എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ അതിന്റെ റിപ്ലൈ തരാം. ഓക്കെ, അപ്പം കീവേഡ് ഐഡന്റിഫയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നെറ്റിലൊക്കെ നോക്കുക, കിട്ടുന്നത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മിക്ക ക്ലാസ്സിൽ നടത്താനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ടോപ്പിക്സ് ആയിട്ട് കാണാം. സോ താങ്ക് യു.